السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم أصلح لنا النية والذرية والعمل. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. مطرنا بفضل الله ورحمته. أما بعد. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നബിമാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ചരിത്രം വിവരിച്ച ഏറെ ഗുണപാഠങ്ങളുണ്ട് എന്ന് പറഞ്ഞ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രവും അതിലെ ഗുണപാഠങ്ങളുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. യൂസുഫ് അലൈഹിസ്സലാം മിസ്റിലെ, ഈജിപ്തിലെ ആ കൊട്ടാരത്തിലെത്തിപ്പെടുകയും അസീസിൻ്റെ ഭാര്യ യൂസുഫ് അലൈഹിസ്സലാമിനെ ആ ഫാഹിഷത്തിലേക്ക് ക്ഷണിക്കുകയും യൂസുഫ് അലൈഹിസ്സലാം അതിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാവലിനാൽ രക്ഷപ്പെടുകയും ചെയ്ത കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ദർസിൽ മനസ്സിലാക്കിയത്. ആ സംഭവം പറഞ്ഞതിന് ശേഷം ഖുർആനിൽ സൂറത്ത് യൂസുഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാല നിസ്വത്തുൻ ഫിൽ മദീന وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه قد شغفها حبا إنا لنراها في ضلال مبين. وقال نسوة ചില സ്ത്രീകൾ പറഞ്ഞു, ഫിൽ മദീന, ആ പട്ടണത്തിലെ ചില സ്ത്രീകൾ പറഞ്ഞു, ഇമ്രഅത്തുൽ അസീസ്, അസീസിൻ്റെ ഭാര്യ, തുറാവിദു ഫതാഹ അൻ നഫ്സിഹ്, അവളുടെ അടിമയെ, അവളുടെ വീട്ടുജോലിക്കാരനായ അടിമയെ പ്രേമിച്ചിരിക്കുന്നു, അയാളെ വശീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ഖദ് ശഗഫഹ ഹുബ്ബ, അവൾ അവനോടുള്ള പ്രേമത്തിൽ വീണിരിക്കുന്നു എന്ന് ആ സ്ത്രീകൾ പറഞ്ഞു. ഇന്നാ ലനറാഹ ഫി ളലാലിൻ മുബീൻ, അവൾ വ്യക്തമായ ളലാലിലായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആരായിരുന്നു ഈ സ്ത്രീകൾ? ഈ സ്ത്രീകൾ മന്ത്രിമാരുടെ പെൺമക്കളും ഭാര്യമാരും അങ്ങനെ രാജകുടുംബവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സ്ത്രീകളായിരുന്നു എന്നാണ്. ആ സ്ത്രീകൾ പറഞ്ഞു, ഇങ്ങനെ അസീസിൻ്റെ ഭാര്യ ഇങ്ങനെ ഒരു പ്രവർത്തനം പ്രവർത്തിച്ചിരിക്കുന്നു. ആ സംഭവം, നടന്ന സംഭവം അവരുടെ ചെവികളിൽ എത്തി എന്ന് ചുരുക്കം. രഹസ്യം ആളുകളിലേക്ക് പരക്കാൻ വളരെ എളുപ്പമാണ്. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അസ്സിറു ബൈന അക്സറ മിൻ ഇത്നൈൻ ലൈസ ബിസിർ. ഒരു രഹസ്യം അത് രണ്ടുപേരിൽ കൂടുതൽ അറിഞ്ഞാൽ പിന്നെ അത് രഹസ്യമല്ല. വളരെ സ്വകാര്യമായിട്ട് ഞാൻ ആകെ രണ്ടാളുടെ പറഞ്ഞിട്ടുള്ളൂ എന്ന് ചിലപ്പോൾ ആളുകൾ പറയും. പിന്നെ നാട്ടുകാർ ഒന്നാകെ അറിഞ്ഞിട്ടുണ്ടാവും. അറബിയിൽ ഒരു ചൊല്ലാണ്, പൊതുവെ രഹസ്യങ്ങൾ അങ്ങനെയാണ്, വളരെ പെട്ടെന്ന് ആളുകളുടെ കൈവഴുതി പോകും. അതുകൊണ്ടാണ് രഹസ്യം സൂക്ഷിക്കാൻ സാധിക്കുക എന്നത് ഒരാളുടെ ഖുവ്വത്ത്, ഒരാളുടെ മാനസികമായ ശക്തി അറിയിക്കുന്ന കാര്യമാണ്. രഹസ്യം സൂക്ഷിക്കാൻ സാധിക്കുന്നത് അതൊരു കഴിവാണ്. രഹസ്യം സൂക്ഷിച്ചുകൊണ്ട് നീ നിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്ന്
പറയപ്പെട്ടത് കാണാം. എന്ന് പറഞ്ഞാൽ എല്ലാ രഹസ്യവും എല്ലാവരോടും പറയും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നിന്റെ കൈ വിട്ടുപോയി. പറയാതെ നീ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച കാലത്തോളം നിനക്ക് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. നീ ഒരു കാര്യം മനസ്സിൽ ഒരു പദ്ധതി കണ്ടതാണ്, ഒരാളോട് പറഞ്ഞതിൻ്റെ പേരിൽ ചിലപ്പോൾ നിനക്ക് ആ പദ്ധതി മാറ്റാൻ പറ്റാതെ വന്നേക്കും. ഞാനോടും പറഞ്ഞില്ല, അത് നിന്റെ കയ്യിലാണ്, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം അറിയപ്പെട്ടിരുന്നു സാഹിബു സിർരി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ ഹുദൈഫക്ക് മാത്രം പറഞ്ഞു കൊടുത്തിരുന്നു. കാരണം ഹുദൈഫക്ക് രഹസ്യം സൂക്ഷിക്കാൻ നല്ല കഴിവാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മുനാഫിഖുകളുടെ പേരുകൾ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തപ്പോൾ നബി അത് ആർക്ക് പറഞ്ഞു കൊടുത്തു? ഹുദൈഫക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ്. പിൽക്കാലത്ത് സഹാബത്ത് ആരെങ്കിലും മരിച്ചാൽ ഹുദൈഫ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് നോക്കുമായിരുന്നു. ഹുദൈഫ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആൾ മുനാഫിഖായിരിക്കില്ല. കാരണം മുനാഫിഖ് വിശ്വാസത്തിൽ നിഫാഖുള്ള ആളുകൾ യഥാർത്ഥത്തിൽ കാഫിറുകളാണ്. ഉള്ളിൽ യാതൊരു വിശ്വാസമില്ല, പുറത്തേക്ക് അഭിനയിക്കുക മാത്രം. അങ്ങനെ ഒരു വിഭാഗം നിഫാഖുണ്ട്. രണ്ടാമത്തെ നിഫാഖ് എന്താണ്? അമലിൽ, പ്രവർത്തനങ്ങളിൽ വരുന്ന നിഫാഖാണ്. നിഫാഖുൽ അക്ബർ, നിഫാഖുൽ അസ്ഗർ, രണ്ടുണ്ട് നിഫാഖ്. നിഫാഖുൽ അക്ബർ ആണ് ഇസ്ലാമിൽ നിന്ന് പുറത്ത് ഉള്ള ആളുകളെ കുറിച്ച് പറയുക, പുറമേക്ക് മാത്രം വെറുതെ ഇസ്ലാം അഭിനയിക്കുക, ഉള്ളിൽ യാതൊരു വിശ്വാസവുമില്ല, അള്ളാഹുലോ പരലോകത്തിലൊന്നും വിശ്വാസമില്ല. അവരാണ് ശരിയായ മുനാഫിഖ്, നരകത്തിൻ്റെ അടിത്തട്ടിൽ എന്ന് പറയുന്നത് അവരെ കുറിച്ചാണ്. എന്നാൽ അമലിൽ നിഫാഖ് സംഭവിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് സംസാരിച്ചാൽ കളവ് പറയുക, വാഗ്ദാനം ചെയ്ത് ലംഘിക്കുക പോലെയുള്ള കാര്യങ്ങൾ ഒരു മുസ്ലിമിൽ നിന്ന് സംഭവിച്ചാൽ ആ പ്രവർത്തനം കൊണ്ട് അയാൾ നരകത്തിൻ്റെ അടിത്തട്ടിൽ ശാശ്വതവാസിയാകുന്ന മുനാഫിഖായിട്ടില്ല. അയാളിലുള്ളത് ചെറിയ നിഫാഖാണ്, ഉപേക്ഷിക്കേണ്ടതാണ്, വളരെ മോശം കാര്യമാണ്. പറഞ്ഞു വന്നത് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുത്താൽ അയാൾ മുനാഫിഖ് അല്ല എന്ന് സഹാബത്ത് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഉമർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഹുദൈഫയുടെ അടുത്ത് ചെന്നിട്ട് നബി ആ ലിസ്റ്റിൽ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. സഹാബത്തിൻ്റെ രീതിയാണ്. അബ്ദുല്ലാഹ് ബിൻ അബി മുലൈക്ക റഹിമഹുല്ലാഹ് എന്ന താബിഈ പറഞ്ഞത് കാണാം, ഞാൻ 30ഓളം സഹാബത്തിനെ കണ്ടിട്ടുണ്ട്, 30ഓളം സഹാബിമാരെ. കുല്ലുഹും യഖാഫു അലാ നഫ്സിഹി നിഫാഖ്. അവരിൽ ഓരോരുത്തരും തങ്ങളുടെ കാര്യത്തിൽ നിഫാഖിനെ പേടിച്ചിരുന്നു. താനൊരു മുനാഫിഖായി പോകുമോ എന്ന് അവർ പേടിച്ചിരുന്നു. അങ്ങനെ പേടിക്കണം, മുഅ്മിനിൻ്റെ സ്വഭാവമാണ്, മുഅ്മിനെ അത് പേടിക്കൂ എന്ന് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. മുനാഫിഖ് ഒരിക്കലും നിഫാഖ് പേടിക്കുകയില്ല, കാപട്യത്തെ പേടിക്കുകയില്ല. പറഞ്ഞു വന്നത് രഹസ്യം സൂക്ഷിക്കുക എന്നത് ഒരു കഴിവാണ്. രഹസ്യം അത് പെട്ടെന്ന് ആളുകളിൽ നിന്ന് പോയി പോകും. അതുകൊണ്ടാണ് 2 ആളുകൾ കൂടുതൽ അറിഞ്ഞാൽ അതൊരു രഹസ്യമല്ല എന്ന് പറയപ്പെട്ടിട്ടുള്ളത്. അറബിയിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ട്. ഈ സ്ത്രീകൾ അതറിഞ്ഞു, ഈ സംഭവം അറിഞ്ഞു. അവർ പറഞ്ഞു, ഇതാ ഈ അസീസിൻ്റെ ഭാര്യ തൻ്റെ ഭൃത്യനെ വശീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ഖദ് ശഗഫഹ ഹുബ്ബ. അവളുടെ ഹൃദയത്തിൽ അവനോടുള്ള പ്രേമം കടന്നുകൂടിയിരിക്കുന്നു, ഹൃദയത്തിനകത്ത് പിടികൂടിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് അവർ പറഞ്ഞു, ഇന്നാ ലനറാഹ ഫി ദലാലിൻ മുബീൻ. നമ്മൾ അവളെ വ്യക്തമായ ദലാലിലാണ്, വഴികേടിലാണ് കാണുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ചെയ്ത പ്രവൃത്തി അവൾക്ക് യോജിച്ചതല്ല. എന്തുകൊണ്ട്? അവളൊരു അസീസിൻ്റെ ഭാര്യയാണ്, അവൾ ആഗ്രഹിച്ച പുരുഷനാകട്ടെ ഒരു അടിമയാണ്, ഭൃത്യനാണ്. അതുകൊണ്ടാണ് ആ സ്ത്രീകൾ എന്ത് പറഞ്ഞു? ഇന്ന ലനറാഹ ഫി ദലാലിൻ മുബീൻ, അവൾ വ്യക്തമായ വഴികളിലാണ് എന്ന്. അതുകൊണ്ടാണ് ആ സ്ത്രീകൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലമ്മാ സമഅത് ബിമക്രിഹിന്ന അർസലത് ഇലൈഹിന്ന വഅഅതത് ലഹുന്ന മുത്തകഅൻ വആതത് കുല്ല വാഹിദത്തിൻ മിൻഹുന്ന സിക്കീന വഖാലത് ഇഖ്റുജ് അലൈഹിൻ ഫലമ്മാ സമഅത് ബിമക്രിഹിന്ന. ഈ അസീസിൻ്റെ ഭാര്യ ഈ സ്ത്രീകളുടെ കുതന്ത്രത്തെക്കുറിച്ച് കേട്ടപ്പോൾ അർസലത് ഇലൈഹിന്ന, അവരെ ക്ഷണിച്ചു. ഒരാളിലേക്ക് അർസല ഇലൈഹി എന്ന് പറഞ്ഞാൽ അയാളെ ക്ഷണിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അയാളെ പറഞ്ഞയച്ചോ കത്തയച്ചോ ഒക്കെ വിളിക്കുക. അതാണ് അർസല ഇലാ ഫുലാൻ എന്ന് പറഞ്ഞാൽ അയാളെ ക്ഷണിച്ചു എന്നാണ്. അവർ ഈ അസീസിൻ്റെ ഭാര്യ ആ സ്ത്രീകളെ ക്ഷണിച്ചു. ഇവിടെ നോക്കൂ,
അള്ളാഹു അതേക്കുറിച്ച് പറഞ്ഞത് ഫലമ്മ സമിഅത് ബിഖൗലിഹിന്ന എന്നല്ല. ആ സ്ത്രീകളുടെ വാക്ക് കേട്ടപ്പോൾ, ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഈ സ്ത്രീകൾ എന്നറിഞ്ഞപ്പോൾ അസീസിന്റെ ഭാര്യ അവരെ ക്ഷണിച്ചു എന്നല്ല അള്ളാഹു പറഞ്ഞു. പിന്നെയോ ഫലമ്മ സമിഅത് ബി മക്രിഹിന്ന, അവരുടെ കുതന്ത്രം കേട്ടപ്പോൾ അവരെ ക്ഷണിച്ചു എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കാരണം ആ സ്ത്രീകൾ അത് പറഞ്ഞതിൻ്റെ പിന്നിൽ അവർക്ക് വേറൊരു ഉദ്ദേശമുണ്ടായിരുന്നു. എന്ത്? അവർക്കറിയാം എന്തായാലും ഈ ഒരു അസീസിന്റെ ഭാര്യ, ഇത്രയും ഉന്നതമായ സ്ഥാനത്തുള്ള ഈ സ്ത്രീ ഇങ്ങനെ ഒരു യുവാവിനെ, അവരുടെ അടിമയായ യുവാവിനെ ഇങ്ങനെ കാണണമെങ്കിൽ ആ യുവാവിന് എന്തോ പ്രത്യേകതയുണ്ട്. ആൾ ചില്ലറക്കാരനല്ല, കാണാൻ അങ്ങനെ എന്തോ ആയിരിക്കും എന്നവർക്കറിയാം. അതുകൊണ്ട് അവർക്കും കൂടി കാണണം. അതുകൊണ്ട് പറഞ്ഞതാണിത്. കാരണം ഇങ്ങനെ പറഞ്ഞാൽ അവർക്കറിയാം ഇത് അവളുടെ ചെവിയിലെത്തിയാൽ അവളെ നമുക്ക് കൂടി കാണിച്ചു തരും എന്നറിയാം. ഫലം മാച്ച് ബി മക്രിഹിന്ന, ഉള്ളിൽ ഒന്ന് വെച്ച് വേറൊന്ന് പറയുക, ഉദ്ദേശം വേറെയാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് അവസാന രോഗം ആയപ്പോൾ, മരണമടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അടുത്ത രോഗമായപ്പോൾ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറു അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്, നിങ്ങൾ എന്ത് ചെയ്യുക? അബൂബക്കർ സിദ്ദീഖിനോട് പറയുക, ജനങ്ങൾക്ക് ഇമാമായി നിന്ന് നിസ്കരിക്കട്ടെ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ, എൻ്റെ ഉപ്പ വളരെ ലോലഹൃദയനായ ആളാണ്. അങ്ങയുടെ സ്ഥാനത്ത് നിന്നാൽ, ഇമാമത്ത് നിന്നാൽ കരഞ്ഞ് നിസ്കാരം പൂർത്തിയാക്കാൻ സാധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വീണ്ടും, മുറു അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കർ സിദ്ദീഖിനോട് പറയൂ, ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും ആവർത്തിച്ചു. നബി അത് തന്നെ ആവർത്തിച്ചു. 2 or 3 തവണ ആയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഹഫ്സയോട് പറഞ്ഞു, നീ ഇത് തന്നെ പറയാം. എന്ത്? മുറു നബിയെ, അബൂബക്കർ സിദ്ദീഖ് നിന്നാൽ ഇങ്ങനെ കാര്യം, അതുകൊണ്ട് ഉമറിനെ ഏൽപ്പിക്കാൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹഫ്സയും പറഞ്ഞു. വീണ്ടും വീണ്ടും ഇത് കേട്ടു. വീണ്ടും ഹഫ്സയും കൂടി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന കുന്ന ലസവാഹിബു യൂസുഫ് മുറു അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്, നിങ്ങൾ യൂസുഫിൻ്റെ കൂട്ടുകാരികളായ സ്ത്രീകളാണ്. അബൂബക്കർ സിദ്ദീഖിനോട് പറയൂ നിസ്കരിക്കാൻ, ഇമാമത്ത് നിസ്കരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നിന്നെക്കൊണ്ട് എനിക്ക് ഇതുവരെ ഒരു ഖൈറും ഉണ്ടായിട്ടില്ല, ഇങ്ങനെ എന്തെങ്കിലും മാത്രമേ കേൾക്കേണ്ടി വന്നിട്ടുള്ളൂ എന്ന് ഹഫ്സ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കടുത്ത മറുപടി കേട്ടപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ വിവരിച്ചത് കാണാം. കാരണം ഇതാണ്, അഥവാ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഇതാണ് എങ്കിലും യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് അതല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നാൽ കരയും, അതുകൊണ്ട് എൻ്റെ ഉപ്പാനെ എത്തിക്കരുത് എന്ന് പറഞ്ഞതായിരുന്നില്ല യഥാർത്ഥത്തിൽ ഉദ്ദേശം. മറിച്ച് യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേടി ജനങ്ങളൊക്കെ ആരെ കാത്തു നിൽക്കുകയാണ്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇമാമത്ത് നിൽക്കാൻ കാത്തിരിക്കുന്നത്. അപ്പം നോക്കൂ, ജനങ്ങളെല്ലാം ഒരാളെ ഇഷ്ടപ്പെടുകയും ഒരാളെ കാത്തിരിക്കുകയും എന്നിട്ട് ആ സ്ഥാനത്ത് വേറൊരാൾ വന്ന് നിൽക്കുകയും ചെയ്താൽ ജനങ്ങൾക്കൊക്കെ ആ ആളോടാണ് ഒരു മുഷ്പ് തോന്നുക, ഇയാളാണ് ഇപ്പോൾ വന്നത്. അത് ജനങ്ങളുടെ ഒരു പൊതു പ്രകൃതമാണ്. ഇത് തൻ്റെ ഉപ്പക്ക് നേരെ ആകരുത് എന്ന് ആരാഗ്രഹിച്ചു? ആയിഷ റളിയല്ലാഹു അൻഹ ആഗ്രഹിച്ചു. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും കാത്തിരിക്കും, എൻ്റെ ഉപ്പ പോയി അവിടെ നിന്നിട്ട് ജനങ്ങൾ അങ്ങനെ വിചാരിക്കരുത് എന്നായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആഗ്രഹം. പക്ഷേ പറയുന്നത് വേറെ കാരണമാണ്. ഇത് സ്ത്രീകളുടെ ഒരു രീതിയാണ് എന്നാണ്. ആ സ്ത്രീകളും ഇതുപോലെ പലതും ഇങ്ങനെ ഉള്ളിൽ വേറൊന്ന് എന്നാൽ വേറൊന്ന് പറയിക്കുന്നത് ചെയ്തിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3-4 തവണ നബിയുടെ കൽപ്പനക്ക് അത് അനുസരിക്കാതെ അതിനോട് മറ്റൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത്, ഇന്ന കുന്ന ലസവാഹിബു യൂസുഫ്, നിങ്ങൾ യൂസുഫിൻ്റെ സാഹിബത്തുകളാണ്. അബൂബക്കർ സിദ്ദീഖിനോട് പറയൂ ജനങ്ങൾക്ക് ഇമാമായി നിന്ന് നിസ്കരിക്കാൻ. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വീണ്ടും വീണ്ടും മുറാജഅ ചെയ്യപ്പെട്ടിട്ടും വീണ്ടും വീണ്ടും മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മാറ്റിയില്ല. അതിൽ എന്തിനു സൂചനയുണ്ട്? അടുത്ത ഖലീഫ ആരാകണം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാണ് ഉമർ സഖീഫത്തു ബനി സഈദയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം സഹാബത്ത് ഒരുമിച്ച് ചേർന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ ഉയർത്തി പറഞ്ഞു, ഇതാണ് അടുത്ത ഖലീഫയാകേണ്ടത്. കാരണം ദീനിന്റെ കാര്യത്തിൽ താങ്കളെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. ദുനിയാവിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട്
അബൂബക്കർ താങ്കൾ തൃപ്തിപ്പെട്ടുകൂടാ? ആര് പറഞ്ഞതാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതോടെ ആ തർക്കം, ആ അഭിപ്രായ വ്യത്യാസം അവിടെ അവസാനിച്ചു. അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരു അമീർ, ഞങ്ങളിൽ നിന്നൊരു അമീർ, മുഹാജിറുകളിൽ നിന്നൊരു അമീർ, അൻസാറുകളിൽ നിന്നൊരു അമീർ എന്ന് വരെ അവിടെ അഭിപ്രായം വന്നിരുന്നു. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് അനുവദിച്ചിട്ടില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നഹ്നു അൽ ഉമറാ വ അൻതുമുൽ വുസറാ. ഞങ്ങൾ ഖുറൈശികൾ, മുഹാജിറുകളാണ് ഉമറ, അമീറുമാർ ഞങ്ങളാണ്. വ അൻതുമുൽ വുസറാ, വസീറുമാർ, ആ അമീറുമാരെ സഹായിക്കുന്ന, അവരുടെ സഹായികളായി നിൽക്കുന്ന വസീറുമാർ നിങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖുറൈശികളാണ് അമീറുമാർ, അൻസാറുകളാരാണ്? വസീറുമാരാണ്. അപ്പോൾ നോക്കൂ, ഈ സ്ത്രീകൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ അസീസിന്റെ ഭാര്യ ഭൃത്യനെ പ്രേമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അവരുടെ മക്രായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഫലമ്മ സമഅത് ബിമക്രിഹിന്ന, അവരുടെ കുതന്ത്രം അസീസിന്റെ ഭാര്യ അറിഞ്ഞപ്പോൾ, കേട്ടപ്പോൾ, അർസലത് ഇലൈഹിന്ന, അവരെ വിളിപ്പിച്ചു. കാരണം തനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, ഇത്രയും സ്ഥാനം ഉള്ള, പദവിയുള്ള തനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നതിൽ തൻ്റെ ഒഴിവ് കഴിവ് അവർക്ക് ആ സ്ത്രീകളെ ബോധ്യപ്പെടുത്തണമായിരുന്നു. അതിനുകൊണ്ടാണ് വിളിച്ചത്. എന്നിട്ടോ അവർക്ക് ഭക്ഷണമൊരുക്കി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കത്തി കൊണ്ട് മാത്രം മുറിച്ച് തിന്നാൻ പാകത്തിലുള്ള ഭക്ഷണം കൂടി കൊടുത്തു. എന്തെങ്കിലും പഴങ്ങൾ പോലെയുള്ള ഭക്ഷണമാണ് ഉദ്ദേശം. കൂടെ കത്തിയും കൊടുത്തു. അള്ളാഹു പറഞ്ഞു, വഅതത് ലികുല്ലി വാഹിദത്തിൻ മിൻഹുന്ന സിക്കീന, അവരിൽ ഓരോ പെണ്ണിൻ്റെ കയ്യിലും കത്തിയും കൊടുത്തു. വഖാലത് ഇഖ്റുജ് അലൈഹിൻ, എന്നിട്ട് യൂസുഫ് അലൈഹിസ്സലാമിനോട് അവൾ പറഞ്ഞു, നടക്കുക. അവർക്കിടയിലൂടെ നടന്നു പോകാൻ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫലമ്മാ റഅയ്നഹു, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവർ കണ്ടപ്പോൾ, അക്ബർനഹു, അവരാകെ അന്താളിച്ചു പോയി. വഖത്തഅന ഐദിയഹുൻ, ഈ പഴം കയ്യിൽ വെച്ച് മുറിച്ചു കൊണ്ടിരുന്ന സ്ത്രീകൾ ആ കത്തികൾ കൊണ്ട് തങ്ങളുടെ കൈകൾ മുറിച്ചുപോയി. വഖുൽന ഹാശ ലില്ലാഹ്, എന്നിട്ട് അവർ പറഞ്ഞു, ഇതെന്തൊരു അത്ഭുതമാണ്. മാ ഹാദാ ബശറ, ഇതൊരു മനുഷ്യനല്ല. ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം, ഇതൊരു മലക്കാണ്, ഇതൊരു മാന്യനായ മലക്കാണ്. അതിലെന്ത് പാഠമുണ്ട്? മലായിക്കത്ത് വലിയ സൗന്ദര്യമുള്ളവരാണ് എന്ന് അതിൽ പാഠമുണ്ട്. അതുപോലെ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സൗന്ദര്യം അത്രയും ശക്തമായിരുന്നു, അത്രയും വലിയ സൗന്ദര്യമായിരുന്നു യൂസുഫ് അലൈഹിസ്സലാമിന് ഉണ്ടായിരുന്നത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇസ്രാ മിഅ്റാജിന്റെ ഹദീസിൽ നമുക്ക് കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ثم عرج بي الى السماء الثالثه او عرج بي الى السماء الثالثه, പിന്നെ എന്നെ മൂന്നാമത്തെ ആകാശത്തിലേക്ക് ഉയർത്തി. അഥവാ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, മൂന്നാമത്തെ ആകാശത്തിൽ. ഓരോ ആകാശം 7 ആകാശത്തിലും നബിമാരെ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ ആകാശത്തിൽ മാത്രം 2 നബിമാരെ കണ്ടു. മുഴുവൻ നബിമാരെയും പിന്നിൽ നിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട്. അതെവിടെ വെച്ചാണ്? അത് മസ്ജിദുൽ അഖ്സയിൽ വെച്ചാണ്, അത് മുകളിൽ വെച്ചല്ല. എന്നാൽ മിഅ്റാജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആകാശത്തിൽ ഓരോ നബിമാരെ കണ്ടിട്ടുണ്ട്. പണ്ഡിതന്മാർ വിവരിച്ചത് കാണാം. നബിമാരെ കണ്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ റൂഹുകളെ, അവരുടെ ആത്മാക്കളെ അവരുടെ ശരീരത്തിൻ്റെ രൂപത്തിൽ കണ്ടു എന്നാണ്. മനസ്സിലായില്ലേ? അതല്ലാതെ ശരീരം കണ്ടു എന്നല്ല. കാരണം അവരുടെ എല്ലാം ശരീരം എവിടെയാണ്? ഖബറുകളിലാണ്. ഖബറുകളിൽ നിന്ന് ശരീരം ഉയർത്തെഴുന്നേൽക്കുക അന്ത്യനാൾ മാത്രമാണ്. ഈസ അലൈഹിസ്സലാം ഒഴികെ. ഈസ അലൈഹിസ്സലാം ആകാശത്ത് തന്നെയാണുള്ളത്, സംശയമില്ല. അപ്പോൾ നോക്കൂ, നബിമാരെ കണ്ടു പറഞ്ഞാൽ അവരുടെ റൂഹുകൾ, അവരുടെ ആത്മാക്കളെ അവരുടെ ശരീരത്തിൻ്റെ രൂപത്തിലായി കണ്ടു എന്നാണ് പണ്ഡിതന്മാർ വ്യക്തമായി വിശദീകരിച്ചത് കാണാം. കാരണം എന്താണ് കാരണം? ജസദ്, ശരീരം എന്നത് ഭൂമിക്കടിയിലെ മണ്ണിലാണ്. അത് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക അന്ത്യനാളിൽ മാത്രമാണ്. അപ്പോൾ നോക്കൂ, മുഴുവൻ നബിമാരെയും പിന്നിൽ നിർത്തി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായിൽ നിസ്കരിച്ചിട്ടുണ്ട്. മിഅ്റാജിലാകട്ടെ ഒന്നാമത്തെ ആകാശത്തിൽ ആദം നബി അലൈഹിസ്സലാമിനെ കണ്ടു. രണ്ടാമത്തെ ആകാശത്തിൽ യഹ്യാ നബിയെയും ഈസാ നബിയെയും കണ്ടു. അവർ രണ്ടുപേരും സഹോദരിമാരുടെ മക്കളാണ്. അവർ രണ്ടുപേരും, യഹ്യാ നബിയും ഈസാ നബിയും. മൂന്നാമത്തെ ആകാശത്തിൽ യൂസുഫ് അലൈഹിസ്സലാമിനെ കണ്ടു. നാലാമത്തെ ആകാശത്തിൽ ഇദ്രീസ് അലൈഹിസ്സലാമിനെ കണ്ടു. അഞ്ചാമത്തെ ആകാശത്തിൽ ഹാറൂൻ നബിയെ കണ്ടു അലൈഹിസ്സലാം. ആറാമത്തെ ആകാശത്തിൽ
മൂസ അലൈഹിസ്സലാമിനെ കണ്ടു. 7ാമത്തെ ആകാശത്തിൽ ബൈത്തുൽ മഅമൂറിൽ ചാരിയിരിക്കുന്ന നിലയിൽ, ആകാശലോകത്തെ കഅബയാണ് ബൈത്തുൽ മഅമൂർ, അതിൽ ചാരിയിരിക്കുന്ന രൂപത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കണ്ടു. എല്ലാ നബിമാരും നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വാഗതം പറഞ്ഞു. മർഹബൻ ബിൻ നബി സാലിഹ് വൽ അഖി സാലിഹ്, സാലിഹായ നബിക്ക്, സാലിഹായ സഹോദരന് സ്വാഗതം എന്ന് എല്ലാ നബിമാരും പറഞ്ഞു. ഇബ്രാഹിം നബിയും ആദം നബിയും പറഞ്ഞു മർഹബൻ ബിൻ നബി സാലിഹ് വൽ ഇബ്ൻ സാലിഹ്, സാലിഹായ നബിക്ക്, സാലിഹായ ഞങ്ങളുടെ മകന് സ്വാഗതം എന്ന് ഈ 2 നബിമാർ മാത്രമേ. ബാക്കി നബിമാർ എന്താണ് പറഞ്ഞത്? അഖി സാലിഹ്. കാരണം നബിമാരെല്ലാം പരസ്പരം ഈ അർത്ഥത്തിലാണ് ബന്ധുക്കൾ. അള്ളാഹു നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നബിമാരുടെ ഒരുപാട് പേരുടെ ചരിത്രം പറഞ്ഞതിന് ശേഷം, പേരുകൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞു വമിൻ ആബാഇഹിം വഇഖ്വാനിഹിം വദുർരിയാതിഹിം, അവരുടെ പിതാക്കളും മക്കളും സഹോദരങ്ങളുമായ നബിമാരെല്ലാം ഈ രൂപത്തിലാണ്. അവരെല്ലാം തമ്മിൽ ഈമാനികമായ ഉഖുവ, സാഹോദര്യം ഉണ്ട്. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് എന്നെ 3ാമത്തെ ആകാശത്തിലേക്ക് ഉയർത്തി ഫസ്തഫ്തഹ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം തുറക്കാൻ ആവശ്യപ്പെട്ടു ആകാശത്തിന്റെ വാതിൽ. ഓരോ ആകാശത്തിനും കവാടമുണ്ട്. ഫഖീല മൻ അൻത, ഇപ്പോൾ ചോദിക്കപ്പെട്ടു, അഥവാ ആ ആകാശത്തിന്റെ കാവൽക്കാരായ മലായിക്കത്ത് ചോദിക്കാണ്, താങ്കൾ ആരാണ്? ഖാല ജിബ്രീൽ, ജിബ്രീലാണ്. വമൻ മഅക്, താങ്കളുടെ കൂടെ ആരാണ്? ഖാല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖീൽ, അപ്പോൾ ചോദിക്കുന്നു ഖദ് ബുഇസ ഇലൈഹി, അദ്ദേഹം നിയോഗിക്കപ്പെട്ടുവോ, നബിയായി നിയോഗിക്കപ്പെട്ടുവോ? ഖാല ഖദ് ബുഇസ ഇലൈഹി, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു അതെ, നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഫഫുതിഹ ലനാ, 3ാമത്തെ ആകാശത്തിന്റെ വാതിൽ തുറന്നു. ഫഇദാ അന ബിയൂസുഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് അവിടെ ഉള്ളത്? യൂസുഫ് നബി അലൈഹിസ്സലാം. എന്നിട്ട് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഇദാ ഹുവ ഖദ് ഉഅതിയ ശത്റൽ ഹുസ്ൻ, സൗന്ദര്യത്തിന്റെ പകുതി നൽകപ്പെട്ടിരിക്കുന്നു. മുഴുവൻ സൗന്ദര്യത്തിന്റെയും പകുതി ആർക്ക് നൽകപ്പെട്ടിരിക്കുന്നു? യൂസുഫ് അലൈഹിസ്സലാമിന് നൽകപ്പെട്ടിരിക്കുന്നു. ഇമാം മുസ്ലിമിന്റെ സഹീഹിലുള്ള ഹദീസാണ്. അതാണ് അവർ കണ്ടപ്പോൾ ഈ വിധം അന്താളിച്ചു പോയി. അതല്ല എങ്കിൽ നമുക്കറിയാം, സാധാരണ ഒരാളെ കണ്ടാൽ ഇങ്ങനെ ചെയ്തു പോവുകയില്ല. അവർ പരിസരം മറന്ന് കത്തികൊണ്ട് കൈ മുറിച്ചു എന്നാണ്. എന്നിട്ട് ആ കാഴ്ചയിൽ നിന്ന് അവർ ഉണർന്നപ്പോഴാണ് വേദന അവർക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ കൈ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖത്തഅന ഐദിയഹുൻ, ഖത്തഅ എന്ന പ്രയോഗം അത് നിസാരമായ മുറിക്കലിന് പറയുകയില്ല, നല്ല മുറിവാണ്. ഖത്തഅന ഐദിയഹുൻ, അവരവരുടെ കൈകൾ മുറിച്ചു, കൈപ്പത്തി മുറിച്ചു എന്നാണ്. അപ്പോൾ സൗന്ദര്യത്തിന്റെ പകുതി യൂസുഫ് അലൈഹിസ്സലാമിന് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്താണ് ഈ പകുതി നൽകപ്പെട്ടു എന്ന് പറഞ്ഞാൽ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുക. പണ്ഡിതന്മാർ അതിന് വ്യത്യസ്തമായ വിശദീകരണങ്ങൾ നൽകിയത് കാണാം. ചിലർ പറഞ്ഞു സൗന്ദര്യം ഉണ്ട് എങ്കിൽ സൗന്ദര്യത്തിന്റെ പകുതി യൂസുഫ് അലൈഹിസ്സലാമിന് നൽകിയെന്ന് പറഞ്ഞാൽ ബാക്കി പകുതിയാണ് മുഴുവൻ ആളുകൾക്കും കിട്ടിയത്. ബാക്കി ലോകർക്ക് ഒന്നാകെ കിട്ടിയത് പകുതി മാത്രമാണ് എന്ന് ചിലർ പറഞ്ഞത് കാണാം. മറ്റു ചില പണ്ഡിതന്മാർ വിശദീകരിച്ചു അങ്ങനെയല്ല, അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ സൗന്ദര്യത്തിന് ഒരു ഹദ്, ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ പകുതി യൂസുഫ് അലൈഹിസ്സലാമിന് കിട്ടിയിട്ടുണ്ട്. അതിനർത്ഥം ബാക്കിയുള്ളവർക്ക് ബാക്കി പകുതി മുഴുവൻ ജനങ്ങൾക്ക് വീതിക്കപ്പെട്ടു എന്നല്ല, മറിച്ച് ചിലർക്ക് സുലുസ് കിട്ടിയിട്ടുണ്ടാവും, 1/3 കിട്ടിയിട്ടുണ്ടാവും, ചിലർക്ക് റുബ 4/1 കിട്ടിയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാകാം. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, സുഹൈലി റഹിമഹുല്ലാ അദ്ദേഹത്തെ പോലെയുള്ളവർ പറഞ്ഞത് കാണാം, പകുതി യൂസുഫ് അലൈഹിസ്സലാമിന് കിട്ടി, പക്ഷേ മുഴുവൻ ആദം അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയിട്ടുണ്ട്, മുഴുവൻ സൗന്ദര്യം. എന്തുകൊണ്ട്? കാരണം അദ്ദേഹം അതിന് കാരണം പറഞ്ഞത് ആദം അലൈഹിസ്സലാം അള്ളാഹു പഠിച്ചത് എങ്ങനെയാണ്? അവൻ്റെ കൈകൾ കൊണ്ട് പഠിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ കൈകൾ കൊണ്ട് പഠിച്ചതാണ് ആദം അലൈഹിസ്സലാമിനെ. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ എല്ലാ ഭംഗിയും, എന്ത് ഭംഗി, ആ മുഴുവൻ ഭംഗിയോടെയാണ് അള്ളാഹു ആരെ പഠിച്ചത്? ആദം അലൈഹിസ്സലാമിനെ പഠിച്ചത്. അള്ളാഹു ആലം അദ്ദേഹം പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വന്നിട്ടുണ്ടല്ലോ, അവസാന കാലത്ത് ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എങ്ങനെയാണ്? അലാ തൂലി അബീകും ആദമ 60 ദിറാഅ, നിങ്ങളുടെ പിതാവ് ആദം അലൈഹിസ്സലാമിൻ്റെ പൊക്കത്തിൽ 60 മുഴം നീളത്തിൽ. അല്ലാഹു അലം അത് പറഞ്ഞ പണ്ഡിതന്മാരും. എന്ത് തന്നെയായാലും നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗന്ദര്യത്തിൻ്റെ പകുതി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വിശദീകരണത്തിൽ ഏത് തന്നെ ആയാലും ശരി, അങ്ങേയറ്റത്തെ സൗന്ദര്യം യൂസുഫ് അലൈഹിസ്സലാമിന് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നാൽ സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ,
ഒന്ന് ആലോചിച്ച് നോക്കൂ ഇക്കാര്യം. യൂസുഫ് അലൈഹിസ്സലാമിന് ഈ സൗന്ദര്യം കൊണ്ട് ഉപകാരമാണ് ഉണ്ടായതല്ല, ഉപദ്രവമാണ് ഉണ്ടായത്. യാതൊരു സംശയമില്ല. യൂസുഫ് അലൈഹിസ്സലാമിന് ഈ ഭംഗി കൊണ്ട് ഉണ്ടായത് ഉപദ്രവമാണ്. കാരണം ഈ വലിയ ഫിത്നയിലേക്ക് ആ സ്ത്രീകൾ യൂസുഫ് നബിയെ വലിച്ചിടാൻ നോക്കി. തീർന്നില്ല, അതിനുശേഷം ജയിലിൽ അകപ്പെട്ടു, ജയിലിലടക്കപ്പെട്ടു. എന്താ കാരണം? ഈ സൗന്ദര്യമായിരുന്നു കാരണം. പണ്ഡിതന്മാർ ഇൽമിന്റെ ശ്രേഷ്ഠത പറയാൻ ഇക്കാര്യം പറഞ്ഞത് കാണാം. കാരണം യൂസുഫ് അലൈഹിസ്സലാം ഈ സൗന്ദര്യം കൊണ്ട് ജയിലിൽ അകപ്പെട്ടു എങ്കിൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് അറിവുകൊണ്ടാണ്, ഇൽമു കൊണ്ടാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിച്ചു കൊടുത്ത അറിവ്, സ്വപ്ന വ്യാഖ്യാനം എന്ന അറിവ്, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. സൗന്ദര്യം കൊണ്ടല്ല, സൗന്ദര്യം കൊണ്ട് ജയിലിൽ അടക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പം നോക്കൂ, ഇൽമിന്റെ ശ്രേഷ്ഠത നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം, അറിവിന്റെ ശ്രേഷ്ഠത നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അറിവാണ് സമ്പത്തിനേക്കാൾ, സൗന്ദര്യത്തെക്കാൾ, തറവാടിത്തത്തെക്കാൾ എല്ലാം മുകളിൽ നിൽക്കുന്നത് ഇൽമാണ്. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അൽ ഇൽമു, അറബിയിൽ ഒരു കവിതയുണ്ട്, അൽ ഇൽമു മാലുൻ നഫീസുൻ ശഅനുഹു അജബു ലാ യുസ്റഖുൽ ഇൽമു ഔ മിൻ ദീഹി യുഗ്തസബു. അറിവിന്റെ കാര്യം അത്ഭുതമാണ്, അത് വിലമതിക്കാനാകാത്ത സമ്പത്താണ്. ലാ യുസ്റഖുൽ ഇൽം, അറിവാർക്കും കട്ടെടുത്തു കൊണ്ടുപോകാൻ കഴിയില്ല, പിടിച്ചു പറിക്കാനും കഴിയില്ല. അഥവാ നിന്റെ സമ്മതമില്ലാതെ, നീ അറിയാതെ നിന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകാം, നിന്റെ സമ്മതവും അറിവുമില്ലാതെ കൊണ്ടുപോകാൻ കഴിയില്ല. ഇനി നിന്റെ അറിവുണ്ട് പക്ഷെ സമ്മതമല്ല, പിടിച്ചു പറിക്കുക, അതും സാധ്യമല്ല. മറ്റു ചിലർ പറഞ്ഞത് കാണാം, സമ്പത്തിന് നീ കാവലിരിക്കണം, നിന്റെ സമ്പത്തിന് നീ കാവലിരിക്കണം, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. എന്നാൽ നിന്റെ അറിവ് നിനക്ക് കാവലിരിക്കും, അറിവ് നിനക്ക് കാവലാണ്, സമ്പത്തിനോ നീ കാവലിരിക്കണം. നോക്കൂ, താബിഈങ്ങളിൽ പെട്ട ചിലർ, അദ്ദേഹത്തിൻ്റെ ഉമ്മ ചെറിയ പ്രായത്തിൽ, അദ്ദേഹം വളരെ വിരൂപനായ ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിറവും അദ്ദേഹത്തിൻ്റെ ശാരീരികമായ രൂപവും അതുപോലെ അദ്ദേഹത്തിന് ശാരീരിക അംഗവൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ആകെ ഒരു പ്രയാസത്തിൽ ഉണ്ടായിരുന്ന, ശാരീരികമായ ആകെ പ്രയാസത്തിലുണ്ടായിരുന്ന താബിഈ ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിൻ്റെ ഉമ്മ നല്ല യുക്തിയുള്ള സ്ത്രീയായിരുന്നു. ആ സ്ത്രീ തൻ്റെ മകനെ കുറിച്ച് പറഞ്ഞു, മോനെ, നിന്നെ ഈ ദുനിയാവിൽ അള്ളാഹു ഉയർത്തണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ, ഇൽമു പഠിക്കും, അറിവ്, അതല്ലാതെ നിന്നെ ഈ ദുനിയാവിൽ ഒന്നും ഉയർത്തില്ല. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഉമ്മ ആ മകനെ അറിവ് പഠിപ്പിച്ചു എന്നാണ്, ഇൽമു പഠിപ്പിച്ചു എന്നാണ്. അദ്ദേഹം ഇമ്മത്തുകളിൽ ഒരാളായി മാറി, ഈ ഉമ്മത്തിലെ ഇമ്മത്ത് താബിഈങ്ങളിൽ ഇമാമുമാരിൽ ഒരാളായി മാറി എന്നാണ്. അപ്പോൾ നോക്കൂ, എന്തുകൊണ്ടാണത്? കാരണം ഈ അംഗവൈകല്യമോ അല്ലെങ്കിൽ ശരീരത്തിലെ വൈരൂപ്യമോ ഒന്നും ഒരാൾ അറിവ് നേടിയാൽ അയാളുടെ ഇമാമത്തിന്, ഈ ദീനിലെ ഇമാമുമാരിൽ ഒരാളായി മാറാൻ തടസ്സമാവുകയില്ല. അറിവ് അത്രയും വിലപ്പെട്ടതാണ്. സൗന്ദര്യമാകട്ടെ ഈ രൂപത്തിൽ യൂസുഫ് അലൈഹിസ്സലാമിന് ഉപദ്രവമാണ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നോക്കൂ, ആ സ്ത്രീകൾ അങ്ങനെ തങ്ങളുടെ കൈകൾ മുറിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇത് മനുഷ്യനല്ല, ഒരു മലക്കാണ്. അപ്പോൾ അത് അസീസിന്റെ ഭാര്യ, അവർ പറഞ്ഞു, ഖാലത് ഫദാലികുന്ന അല്ലദീ ലുംതുന്നനി ഫീഹി, ഇതാണ്, ഈ ആളുടെ പേരിലാണ് നിങ്ങൾ എന്നെ ആക്ഷേപിച്ചു, നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞത്, ഇതാണ് എൻ്റെ അവസ്ഥ. നിങ്ങൾ ഒരു തവണയാണ് കണ്ടത്, ഞാൻ സ്ഥിരമായി കാണുന്ന ആളാണ്. ഖാലത് ഫദാലികുന്ന അല്ലദീ ലുംതുന്നനി ഫീഹി വലഖദ് റാവത്തുഹു അൻ നഫ്സിഹി. എന്നിട്ട് ആ സ്ത്രീ ഒരു മറയുമില്ലാതെ പറയുക, ഞാൻ ഇവനെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫസ്തഅസം, പക്ഷെ ആൾ അതിന് തയ്യാറായില്ല, പരിശുദ്ധി പ്രാപിച്ച് അതിൽ നിന്ന് വിട്ടുനിന്നു. യാ സുബ്ഹാനല്ലാഹ്, അതിൽ എന്തുകൂടി സൂചനയുണ്ട്? നിങ്ങൾ ഈ കണ്ടത് പുറമേക്കുള്ള ഭംഗിയാണ് എങ്കിൽ, ശാരീരികമായ സൗന്ദര്യമാണ് എങ്കിൽ, അദ്ദേഹത്തിൻ്റെ മനസ്സും സുന്ദരമാണ്, ഏറ്റവും ഭംഗിയുള്ളതാണ്. കാരണം വിശുദ്ധി പാലിക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, ലൈംഗിക വിശുദ്ധി പാലിക്കുന്ന ആളാണ്. ഉള്ളിലെ ഭംഗിയെക്കുറിച്ചും കൂടി പറഞ്ഞു കൊടുക്കാൻ. വലഖദ് റാവത്തുഹു അൻ നഫ്സിഹി ഫസ്തഅസം, പക്ഷെ അതിന് തയ്യാറായില്ല. മാത്രമല്ല, അതിൽ അവളുടെ വാക്കിൽ എന്ത് സൂചനയുണ്ട്? യൂസുഫ് അലൈഹിസ്സലാം അതിന് തയ്യാറാകാത്തതോ
ദിവസങ്ങൾ നീങ്ങിയതോ അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞതോ അവളുടെ മനസ്സിലെ ഈ ചിന്തയ്ക്ക് ഈ വികാരത്തിനൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അത് വർദ്ധിക്കുകയാണ് ചെയ്തത് എന്ന സൂചന കൂടി അതിലുണ്ട്. വലഖദ് റാവത്തുഹു അൻ നഫ്സിഹി ഫസ്തഅസം, എന്നിട്ട് പറഞ്ഞു വല ഇല്ലം യഫഅൽ മാ ആമുറു, ഞാൻ പറയുന്നത്, ഞാൻ കൽപ്പിക്കുന്നത് യൂസുഫ് ചെയ്തില്ല എങ്കിൽ ലയുസ്ജനൻ, ജയിലിലാവും. വലയകൂനന്ന മിനസ്സാഗിരീൻ, വലയകൂനൻ മിനസ്സാഗിരീൻ, നിന്ദ്യരായ ആളുകളിൽ അകപ്പെടും. അതിൽ ഭീഷണി കൂടി ഉണ്ട്. ഇത്രയുമായപ്പോൾ ഈ സ്ത്രീകൾ യൂസുഫ് അലൈഹിസ്സലാമിനോട് പറഞ്ഞു എന്നാണ്, നിന്റെ യജമാനത്തെ അനുസരിച്ചേക്ക്, അവൾ പറയുന്ന പോലെ ചെയ്തേക്ക് എന്ന് യൂസുഫ് അലൈഹിസ്സലാമിനെ ഉപദേശിച്ചു എന്നാണ്. അള്ളാഹു അതേക്കുറിച്ച് പറഞ്ഞു. ആ സമയത്താണ് വല്ലാഹു അലം യൂസുഫ് നബി പറഞ്ഞത്, ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുൻ അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. ഖാല, യൂസുഫ് നബി പറഞ്ഞു, റബ്ബി, ഓ എൻ്റെ റബ്ബേ, അസ്സിജ്നു അഹബ്ബു ഇലൈ, ജയിലാണ് എനിക്കിഷ്ടം. സിജ്നു അഹബ്ബു ഇലൈ മിമ്മാ യദ്ഊനനി ഇലൈഹി, ഈ സ്ത്രീകൾ എന്നെ വിളിക്കുന്ന വ്യഭിചാരത്തെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ജയിലാണ്. വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുൻ, അല്ലാഹുവേ, ഇവരുടെ കുതന്ത്രം നീ എന്നിൽ നിന്ന് തട്ടി നീക്കിയില്ല എങ്കിൽ അസ്ബു ഇലൈഹിൻ, ഞാൻ ഇവരിലേക്ക് ചാഞ്ഞു പോകും, ഞാൻ ജാഹിലുകളിൽ അകപ്പെട്ടു പോകും. അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. നോക്കൂ നിങ്ങൾ, യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ആ ദുആവും അതിലുള്ള നിശ്ചയദാർഢ്യവും നോക്കൂ. ജയിലറയിൽ കൽത്തുറുങ്കിൽ അടക്കപ്പെട്ടാലും ശരി, എവിടെ നിന്ന്? കൊട്ടാരത്തിൽ നിന്നാണ് ഈ പോകുന്നത്. പോകേണ്ടി വന്നാൽ പോകുന്നത് കൊട്ടാരത്തിൽ നിന്നാണ്, ആ സുഖസുന്ദരമായ ജീവിതത്തിൽ നിന്ന് ജയിലറയിലേക്ക്. അതാണ് റബ്ബേ, എനിക്ക് ഇവർ ഈ ക്ഷണിക്കുന്നതിനേക്കാൾ ഇഷ്ടം. അല്ലാഹു അക്ബർ. ആ വാക്ക് നോക്കൂ നിങ്ങൾ. ഇതിൽ അന്ത്യനാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് പാഠമുണ്ട്. ഈ ദുനിയാവിലെ ഏത് ദുരിതവും, ഈ ദുനിയാവിലെ ഏത് ശിക്ഷയും പരലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കടുത്ത ശിക്ഷയ്ക്ക് മുന്നിൽ ഒന്നുമല്ല. നിനക്കിത് രണ്ടും തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ നീ ഒരിക്കലും ഈ തുച്ഛമായ ദുനിയാവിലെ ലാഭമോ ദുനിയാവിലെ സുഖസൗകര്യങ്ങളോ നൈമിഷികമായ നിമിഷ നേരത്തേക്ക് നിൽക്കുന്ന പിന്നീട് ഒരിക്കലും അവസാനിക്കാത്ത ഖേദത്തിലേക്ക് നിന്നെ തള്ളിവിടുന്ന കാര്യം നീ ഒരിക്കലും സ്വീകരിക്കരുത്. നീ മുന്നിലേക്ക് നോക്കുക, എന്നിട്ട് ബുദ്ധി ഉപയോഗിക്കുക. ഒരാളെങ്ങനെയാണ് ബുദ്ധിയുള്ള ആളാവുക? ഈ ലോകത്ത് നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന സുഖങ്ങൾ, അത് നേടിയെടുക്കാൻ വേണ്ടി എന്നെന്നും നിലനിൽക്കുന്ന സുഖം ഒരാൾ ഉപേക്ഷിക്കുക. അവനേക്കാൾ വലിയ ബുദ്ധിയില്ലാത്തവൻ മറ്റാരാണുള്ളത്? യൂസുഫ് നബി അലൈഹിസ്സലാം ഈ ഉറച്ച തീരുമാനമെടുക്കുക മാത്രമല്ല, എന്നിട്ട് റബ്ബിനോട് പറയുന്നത് എന്താണ്? അല്ലാഹുവേ, നീ ഇവരുടെ കുതന്ത്രം എന്നിൽ നിന്ന് തട്ടി നീക്കിയില്ല എങ്കിൽ ഞാൻ ഇവരുടെ കെണിയിൽ അകപ്പെട്ടു പോകും, ഞാൻ ജാഹിലുകളിൽ അകപ്പെട്ടു പോകും. അപ്പോൾ നോക്കൂ, അതിൽ സ്വന്തം കഴിവോ സ്വന്തം ബുദ്ധിയോ ശക്തിയോ ഒന്നുമല്ല ഒരാളെ നേർവഴിക്ക് നടത്തുന്നത്, ഹിദായത്തിൽ പിടിച്ചു നിൽക്കുന്നത് എന്ന പാഠമുണ്ട്. അള്ളാഹു നിന്നെ ശുദ്ധീകരിച്ചില്ല എങ്കിൽ, അള്ളാഹു നിന്നെ നന്മയിൽ പിടിച്ചു നിർത്തിയില്ല എങ്കിൽ, അള്ളാഹു തിന്മകൾ നിന്നിൽ നിന്ന് തടഞ്ഞില്ല എങ്കിൽ ഒരിക്കലും നിന്റെ ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ നിന്റെ സാമർഥ്യം കൊണ്ടോ അത് സാധ്യമല്ല. നീ നിന്റെ ഹൗലിൽ നിന്നും കൂവത്തിൽ നിന്ന് ഒഴിവാവുക. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ എനിക്കൊരു ഹൗലും കൂവത്തുമില്ല എന്ന് പറയുക. അതാണ് യൂസുഫ് നബി അലൈഹിസ്സലാം ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. ഒന്നിനും സാധിക്കാത്തവനായി, ഹൃദയം നുറുങ്ങിയവനായി, കൈകളിലൊന്നുമില്ലാത്തവനായി, അങ്ങനെയാണ് നീ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത്. അവരോട് ദുആ ചെയ്യേണ്ടത് അങ്ങനെയാണ്. അള്ളാഹുവെ, നീ സംരക്ഷിച്ചില്ല, നീ കാത്തില്ല എങ്കിൽ റബ്ബേ, ഞാനിതിൽ അകപ്പെട്ടു പോകും. ഏത് തിന്മയുടെ കാര്യത്തിലും നമ്മൾ പേടിക്കുന്നത് നമ്മൾ അകപ്പെട്ടു പോകുമോ എന്ന് പേടിക്കേണ്ട. പേടിക്കുന്ന തിന്മകളെക്കുറിച്ച് അള്ളാഹുവിനോട് തേടേണ്ട തേട്ടമാണ്. എങ്കിലാണ് അവൻ സംരക്ഷിക്കുക. മനസ്സിലായില്ലേ? അള്ളാഹു, നീ കാത്തില്ല എങ്കിൽ ഞാൻ അകപ്പെട്ടു പോകും എന്ന് നീ അള്ളാഹുവിനോട് തേടുക. യൂസുഫ് അലൈഹിസ്സലാം തേടിയത് അങ്ങനെയാണ്. എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, അവസാനം പറഞ്ഞ വാക്ക്, ഞാൻ അതിൽ അകപ്പെട്ടു പോകും, ഞാൻ ജാഹിലുകളുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോകും. അതിൽ പാഠമുണ്ട്. ഇൽമും അഖ്ലും, അറിവും ബുദ്ധിയുമാണ് ഒരു മനുഷ്യരെ തിന്മകളിൽ നിന്ന് പിടിച്ചു വെക്കുക. ജഹലത്തിന്റെ വിപരീതമാണ് ഇൽമും അഖ്ലും. ഇൽമ് എന്തിനാണ് നിനക്ക് വേണ്ടത്? ശരി ഏത് തെറ്റേത് എന്നറിയാൻ. അഖ്ല് നിനക്ക് എന്തിനാണ് വേണ്ടത്? നീ ഒരിക്കലും നശ്വരമായ സുഖം ശാശ്വതമായ സുഖത്തിന് പകരമായി തിരഞ്ഞെടുക്കാതിരിക്കാൻ. അതിന് അഖ്ല് വേണം. ഇൽമ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. മനസ്സിലായില്ല? അതിന് ബുദ്ധി വേണം. അവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ഒരിക്കലും നോക്കൂ, ഭാവിയെക്കുറിച്ച്, വരും വരായികകളെക്കുറിച്ച് ചിന്തിക്കാത്തവൻ
ബുദ്ധിയുള്ളവനല്ല, അവൻ ബുദ്ധിയില്ലാത്തവനാണ്. അവൻ അറിവുണ്ട് എങ്കിലും അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖുമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദുആ ചെയ്തത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംർ വൽ അസീമത അലർ റുഷ്ദ്. നബിയുടെ ദുആയിൽ നമുക്ക് കാണാം. മാത്രമല്ല ഷദ്ദാദ് ഇബ്നുൽ ഹാദ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ദുആഇന്റെ ബാക്കിയുണ്ട്, വളരെ ശ്രേഷ്ഠമായ ദുആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്, ജനങ്ങൾ സ്വർണവും വെള്ളിയും കൂമ്പാരമായി കൂട്ടുന്നത് കണ്ടാൽ ഷദ്ദാദ് നീ ദുആ ചൊല്ലിക്കൊള്ളുക, അതിനേക്കാളൊക്കെ വിലപ്പെട്ടതാണ് അത് എന്നർത്ഥം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംർ വൽ അസീമത അല റുഷ്ദ് വഅസ്അലുക മൂജിബാത റഹ്മതിക വഅസായിമ മഗ്ഫിറതിക വഅസ്അലുക ശുക്ര നിഅമതിക വഹുസ്ന ഇബാദതിക വഅസ്അലുക ഖൽബൻ സലീമാ വലിസാനൻ സാദിഖാ വഅസ്അലുക മിൻ ഖൈരി മാ തഅലം وأعوذ بك من شر ما تعلم وأستغفرك لما تعلم إنك أنت علام الغيوب. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ പഠിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ജനങ്ങളൊക്കെ സ്വർണവും വെള്ളിയും കുമ്പാരമായി കൂട്ടുന്നത് കണ്ടാൽ നീ ദുആ കൊണ്ട് നിധി കൂട്ടിക്കൊള്ളുക. ജനങ്ങൾ സ്വർണത്തിന്റെ വെള്ളിയുടെ നിധി കൂട്ടുന്നത് കണ്ടാൽ ഈ നിധി നീ സ്വീകരിച്ചുകൊള്ളുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ. അല്ലാഹു ഈ ദീനിൽ നീ എനിക്ക് സബാത്ത് നൽകണം, ഉറപ്പ് നൽകണം. വൽ അസീമത അല റുഷ്ദ്, റുഷ്ദിൽ സന്മാർഗത്തിൽ നന്മയിൽ നീ എനിക്ക് നിശ്ചയദാർഢ്യം നൽകണമേ. ഇതാണ് അസീമ. നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും, പക്ഷേ ആ സമയം എത്തുമ്പോൾ കാലിടറി പോകും, വീണ്ടും വീണു പോകും, നന്മ ചെയ്യാൻ സാധിക്കുന്നില്ല തീരുമാനിച്ചിട്ടും, തിന്മ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുന്നില്ല വിട്ടു നിൽക്കാൻ തീരുമാനിച്ചിട്ടും. അസീമ, ഉറച്ച നിശ്ചയദാർഢ്യം, അത് അള്ളാഹു തരേണ്ടതാണ്, നമുക്ക് ആർക്കും സാധ്യമല്ല. അസീമത അല റുഷ്ദ് വഅസ്അലുക മൂജിബാത റഹ്മതിക. അല്ലാഹുവേ, നിന്റെ റഹ്മത്തിനെ കുറപ്പിച്ചു തരുന്ന കാര്യങ്ങൾ നീ എനിക്ക് നൽകണമേ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഉള്ള സഹായത്തേട്ടമാണ്. വഅസായിമ മഗ്ഫിറതിക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മൂജിബാത റഹ്മതിക വഅസായിമ മഗ്ഫിറതിക. നിന്റെ പാപമോചനം എനിക്ക് ഉറപ്പിച്ചു തരുന്ന കാര്യം നീ എനിക്ക് തരണമേ. വഅസ്അലുക മൂജിബാത റഹ്മതിക വഅസായിമ മഗ്ഫിറതിക വഅസ്അലുക ഖൽബൻ സലീമ. അല്ലാഹുവേ, സലീമായ ഹൃദയം, രക്ഷപ്പെട്ട ഹൃദയം നീ എനിക്ക് നൽകണമേ. വലിസാനൻ സാദിഖ, സത്യസന്ധമായ നാവ് നൽകണമേ. അതുപോലെ അല്ലാഹുവേ, നീ അറിയുന്ന നന്മകളിൽ നിന്ന് നീ എനിക്ക് നൽകണമേ. നീ അറിയുന്ന തിന്മകളിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണമേ. അള്ളാഹുവിന് അറിയാത്തൊരു നന്മയുമില്ല, അള്ളാഹുവിന് അറിയാത്തൊരു തിന്മയുമില്ല. അല്ലാഹു അസ്തഗ്ഫിറുക ലിമാ തഅലം. നീ അറിയുന്ന എൻ്റെ തിന്മകളിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു. നമ്മൾ മറന്നിട്ടുണ്ടാവും, പക്ഷേ അള്ളാഹു മറക്കാത്ത തിന്മകൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടാകും. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. അള്ളാഹുവേ, നീയാണ് എല്ലാ രഹസ്യങ്ങളും അറിയുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ വൽ അസീമത അല റുഷ്ദ് വഅസ്അലുക മൂജിബാത റഹ്മതിക വഅസായിമ മഗ്ഫിറതിക വഅസ്അലുക ശുക്ര നിഅമതിക വഹുസ്ന ഇബാദതിക. അതുകൂടിയുണ്ട്. അള്ളാഹുവേ, നിന്റെ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കാൻ നീ എനിക്ക് തൗഫീഖ് നൽകണമേ. വഹുസ്ന ഇബാദതിക, നിന്നെ നല്ല നിലക്ക് ഇബാദത്ത് ചെയ്യാൻ. വഅസ്അലുക ഖൽബൻ സലീമ വലിസാനൻ സാദിഖ വഅസ്അലുക മിൻ ഖൈരി മാ തഅലം വഅഊദു ബിക മിൻ ശർരി മാ തഅലം വഅസ്തഗ്ഫിറുക ലിമാ തഅലം ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. അള്ളാഹുവിനോട് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദുആ ചെയ്തുകൊണ്ടിരിക്കുക. നോക്കൂ, ഇങ്ങനെ യൂസുഫ് അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്തു. അള്ളാഹു റബ്ബുൽ ആലമീൻ ആ തിന്മയിൽ നിന്ന് യൂസുഫ് അലൈഹിസ്സലാമിനെ രക്ഷിച്ചു. മുഫസ്സിറുകൾ ചിലർ പറഞ്ഞത് കാണാം, ആ സ്ത്രീ പിന്നീട് അവർക്ക് നിരാശ തോന്നി. കാരണം ഒരിക്കലും എങ്ങനെ ശ്രമിച്ചാലും യൂസുഫ് അലൈഹിസ്സലാം ഇതിന് നിൽക്കുകയില്ല എന്നവർക്ക് മനസ്സിലായി. അള്ളാഹു റബ്ബുൽ ആലമീൻ അതിനുശേഷം, ആ സംഭവത്തിന് ശേഷം പരിശുദ്ധ ഖുർആനിൽ പറയുകയുണ്ടായി, സുമ്മ ബദാലഹും മിൻ ബഅദി മാ റഅഉൽ ആയാതി ലയസ്ജുനുന്നഹു ഹത്താ ഹീൻ. അവർക്ക് ഇക്കണ്ട തെളിവുകളൊക്കെ മനസ്സിലായതിനു ശേഷം, നേരത്തെ അത്ഭുതകരമായ തെളിവുകളൊക്കെ അവർ കണ്ടിട്ടുണ്ട് യൂസുഫ് നിരപരാധിയാണ് എന്നത്. അതിനുശേഷവും അവർക്ക് തോന്നി ലയസ്ജുനുന്നഹു ഹത്താ ഹീൻ, കുറച്ചു കാലം യൂസുഫിനെ പിടിച്ച് ജയിലിലിട്ടേക്കാം. എന്തുകൊണ്ടാണ്? കാരണം നമുക്കറിയാം, അവർ പണമുള്ളവരും അധികാരവർഗവുമാണ്, സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരാണ്. അവർക്ക് മനസ്സിലായി ഈ കാര്യം, സംഭവിച്ച കാര്യത്തെക്കുറിച്ച് പുറത്തറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ ചെയ്തു എന്നറിഞ്ഞാൽ അവർക്ക് മോശമാണ്. യൂസുഫിനെ ജയിലിലടച്ചാൽ സ്വാഭാവികമായ ആളുകൾ എന്ത് വിചാരിക്കും? യൂസുഫ് ആ സ്ത്രീ ഉപദ്രവിക്കാൻ അങ്ങോട്ട് ശ്രമിച്ചതാണ്.
അതുകൊണ്ട് ജയിലിൽ അടച്ചതാണ് എന്ന് ആളുകൾ വിചാരിക്കും. എന്നു മാത്രമല്ല, ഇങ്ങനെ ഒരു സംഭവം അതിന് ചില കാരണങ്ങളുണ്ട്. യൂസുഫ് അലൈഹിസ്സലാം ഈ അസീസിന്റെ വീട്ടിലാണ്. അപ്പോൾ ഈ കാരണങ്ങൾ ഇല്ലാതായാൽ അത് നിലനിൽക്കുന്നിടത്തോളം ആളുകൾ ഇതേക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതില്ലാതായാൽ ആളുകൾ പതുക്കെ സംഭവം മറന്നു പോവുകയും ചെയ്യും. ഇങ്ങനെ പലതും കണ്ടുകൊണ്ട് അവർ അന്യായമായി, തീർത്തും അന്യായമായി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൽത്തുറുങ്കിലടച്ചു, ജയിലിലടച്ചു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിൻ്റെ പരീക്ഷണം. അതാ ആ കൊട്ടാരത്തിൽ നിന്ന് ജയിലിൻ്റെ ഇരുട്ടുകളിലേക്ക് യൂസുഫ് അലൈഹിസ്സലാം ചെല്ലുകയാണ്. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് പിന്നിൽ ഖൈറുണ്ട്, നന്മയുണ്ട്. കാരണം ആ ജയിലിൽ അകപ്പെട്ടത് കൊണ്ടാണ് പിന്നീട് യൂസുഫ് അലൈഹിസ്സലാമിന് അതിനേക്കാൾ ഉന്നതമായ സ്ഥാനം ലഭിക്കാൻ അതാണ് വഴിയായ. അതുപോലെ ആ കൂട്ടരുടെ ഇടയിൽ നിന്നാണ് യൂസുഫ് അലൈഹിസ്സലാം രക്ഷപ്പെട്ടത്. ജയിലാണെങ്കിലും അവിടെ മറ്റൊരു നിലക്ക് യൂസുഫ് അലൈഹിസ്സലാം സ്വതന്ത്രനാണ്. ഈ കണ്ട ആളുകളുടെ സഹായിയായിട്ടല്ല, അവരുടെ ഒരു ജോലിക്കാരനോ അവരുടെ അടിമയോ ആയിട്ടല്ല ജയിലിൽ പിന്നെ വേറൊരു ലോകമാണ്. അപ്പം നോക്കൂ, അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് പിന്നിൽ ഖൈറുണ്ട്. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, പരീക്ഷണം കടുത്ത പരീക്ഷണം തന്നെയാണ്, സംശയവുമില്ല. ഒരു ജയിലറ എന്നത് ഒരിക്കലും നീ പുറത്ത് ജീവിക്കുന്നത് പോലെയല്ല ജയിലിലെ ജീവിതം. നീ അതിനു മുൻപ് നീ ഉദ്ദേശിക്കുന്ന ഭക്ഷണം കഴിച്ചിരുന്നു, നീ ഉദ്ദേശിക്കുന്നിടത്ത് പോയിരുന്നു, വന്നിരുന്നു, നിൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ടിരുന്നു, നീ സൂര്യവെളിച്ചം കണ്ടിരുന്നു, നീ രാത്രി കണ്ടിരുന്നു, നക്ഷത്രങ്ങളെ കണ്ടിരുന്നു. നിൻ്റെ സ്വതന്ത്രമായ ജീവിതം അത് തടയപ്പെടുക എന്നത് സുബ്ഹാനല്ലാഹ് നിസ്സാരമായ കാര്യമല്ല. നമ്മുടെ വീട്ടിലാണ് നമ്മൾ കഴിയുന്നത് എങ്കിലും നമ്മുടെ ഇഷ്ടപ്രകാരം അവിടെ കഴിയുന്നതും ഈ 2 ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോവരുത് എന്ന് പറഞ്ഞ ഒരാൾ നമ്മൾ അടക്കുന്നതും രണ്ടാണ്. ഒന്ന് വളരെ പ്രയാസകരമായ കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം 2 ദിവസമോ അതിൽ കൂടുതലോ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞേക്കും. നമ്മൾ വാതിലടിച്ച് കഴിയുന്നതാണ്, അത് നമ്മുടെ ഇഷ്ടമാണ്, അതിൽ നമ്മുടെ സുഖമാണ്. അതേസമയം പുറത്തിറങ്ങാൻ സാധിക്കാതെ വന്നാൽ അപ്പോൾ സ്ഥിതി മാറി. ഇത് നേരത്തെ ഉണ്ടായ മാനസികാവസ്ഥയല്ല ഇപ്പോഴുള്ള മാനസികാവസ്ഥ. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹു അതുപോലുള്ള അവസ്ഥ, അതുപോലുള്ള പരീക്ഷണം നമുക്ക് വരുത്താതിരിക്കട്ടെ. ആ രോഗം, പകർച്ചവ്യാധി പറയുന്ന സമയത്ത് പല ആളുകൾക്കും, പ്രായമുള്ള പല ആളുകൾക്കും മാനസികമായ പ്രയാസങ്ങൾ വരെ ഉണ്ടായി. പല ആളുകൾക്കും, പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കും വരെ മാനസിക പ്രയാസം ഉണ്ടായിപ്പോയി. അവർ മനസ്സിൻ്റെ നില വരെ തെറ്റിപ്പോയി. എന്തുകൊണ്ട്? പുറത്തിറങ്ങാൻ സാധിക്കാത്തതുകൊണ്ട്. സ്വതന്ത്രമായി പുറത്തിറങ്ങാനോ ആളുകൾ കാണാനോ സാധിക്കാതെ അങ്ങനെ വരെ സംഭവിച്ചു പോയി. അതോടൊപ്പം രോഗം ബാധിച്ചേക്കുമോ എന്ന പേടിയും. സുബ്ഹാനല്ലാഹ് നിസ്സാരമായ കാര്യമല്ല ജയിലുകളിൽ അകപ്പെടുക എന്ന്. അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുകയും നിരപരാധികളായി ജയിലിൽ അകപ്പെട്ട ഏതൊക്കെ ആളുകളുണ്ടോ, നമ്മുടെ സഹോദരങ്ങളുണ്ടോ, മുസ്ലിമീങ്ങളുണ്ടോ, അള്ളാഹു അവർക്ക് മോചനം നൽകുകയും ചെയ്യുമാറാകട്ടെ. അപ്പോൾ നോക്കൂ, ജയിലിൽ യൂസുഫ് അലൈഹിസ്സലാം അകപ്പെട്ടു. സാലിഹീങ്ങളായ ആളുകൾ എവിടെയായാലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവരുടെ തഖ്വ അത് യാഥാർത്ഥ്യമാണ് എങ്കിൽ എവിടെ പോയാലും അവരെങ്ങനെയാണ്. യൂസുഫ് അലൈഹിസ്സലാം ജയിലിലും അങ്ങനെയായിരുന്നു. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവിടെ നല്ല നിലക്ക് കഴിഞ്ഞുകൂടി, അവിടെയുള്ള ആളുകളെ സഹായിക്കാൻ സാധിക്കുന്നവരെ സഹായിച്ച്, നീതി പാലിച്ച്, സത്യം മാത്രം പറഞ്ഞ് അങ്ങനെയായിരുന്നു ജയിലിലും യൂസുഫ് അലൈഹിസ്സലാം കഴിച്ചു കൂട്ടിയത്. കൊട്ടാരത്തിലും അങ്ങനെയായിരുന്നു, ജയിലിലും അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് ജയിലിൽ ആ 2 കൂട്ടുകാർ യൂസുഫ് നബിയോട് പറഞ്ഞ വാക്ക് നമുക്ക് ഖുർആനിൽ ഇങ്ങനെ കാണാം. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, താങ്കളെ മുഹ്സിനുകളുടെ, നന്മ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ കാണുന്നത്. താങ്കൾ നന്മ ചെയ്യുന്ന ആൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ സൂറത്തിൽ ഇതേ വാക്ക് യൂസുഫ് നബി അലൈഹിസ്സലാം ആ രാജ്യത്തിൻ്റെ അധികാരത്തിലെത്തിയ സമയത്ത്, ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആളുകൾ, യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ, യൂസുഫ് ആണെന്നറിയാതെ യൂസുഫ് നബിയോട് പറഞ്ഞത് കാണാം. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. ഒരൊറ്റ വാക്ക്, താങ്കൾ ഞങ്ങൾ കാണുന്നത് മുഹ്സിനീങ്ങളുടെ, നന്മ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലാണ്. ജയിലിലും അതെ, കൊട്ടാരത്തിലും അതെ. അല്ലാഹു അക്ബർ. ആലോചിച്ചു, ഒരേ വാക്ക് മറ്റുള്ളവർ ഒരാളോട് പറയണമെങ്കിൽ വ്യത്യസ്തമായ സന്ദർഭം. നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനേറ്റവും നല്ല ഉദാഹരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രയാസങ്ങൾ അനുഭവിച്ച് അധികാരമില്ലാതെ
ഭക്ഷണമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഞാൻ എന്നെ ഭയപ്പെടുത്തിയുണ്ട്, ഒരാളെയും ജനങ്ങൾ ഭയപ്പെടുത്താത്ത കാലത്ത് എനിക്ക് ഭക്ഷണം ലഭിച്ചിരുന്നില്ല. ബിലാൽ കക്കത്തിൽ ഒളിപ്പിച്ചു വെച്ച് കൊണ്ടുവരുന്ന ഭക്ഷണമല്ലാതെ കഴിക്കാനില്ലാത്ത അവസ്ഥ എനിക്കുണ്ടായിരുന്നു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാലത്തും പിന്നീട് മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭരണാധികാരിയായിപ്പോൾ അനുയായികളുള്ളപ്പോൾ ഒരാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊടാൻ സാധിക്കാത്ത സ്ഥിതി വന്നപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപോലെ നന്മയിലായി, ഒരുപോലെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന അവസ്ഥയിലായി, ഒരുപോലെ ദുനിയാവിനോട് സുഹൃദുള്ള, ദുനിയാവിനോട് വിരക്തി കാണിച്ച സ്ഥിതിയിലായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നോക്കൂ, യൂസുഫ് അലൈഹിസ്സലാം ജയിലിലായി. അള്ളാഹു റബ്ബുൽ ആലമീൻ പറയുകയാണ് വദഖല മഅഹു സിജ്ന ഫതയാൻ. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കൂടെ രണ്ടുപേർ ജയിലിൽ പ്രവേശിച്ചു. വദഖല മഅഹു സിജ്ന ഫതയാൻ. ആ രണ്ടുപേർ നേരത്തെ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ജോലിക്കാരായിരുന്നു. ഒരാൾ ആരായിരുന്നു? ഒരാൾ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഖബ്ബാസ് ആയിരുന്നു. അത് അവിടെ ഖുബ്സ് ഉണ്ടാക്കുന്ന ആളായിരുന്നു, ഭക്ഷണം പാകം ചെയ്യുന്ന ആളായിരുന്നു. രണ്ടാമത്തെ ആൾ കൊട്ടാരത്തിലെ വീഞ്ഞ് പിഴിഞ്ഞു കൊടുക്കുന്ന ആളായിരുന്നു. രണ്ടും അവിടെ സേവനം ചെയ്യുന്ന, കൊട്ടാരത്തിൽ സേവനം ചെയ്യുന്ന ആളായിരുന്നു. ചില പ്രശ്നങ്ങളുടെ പേരിൽ ചില മുഫസ്സിറുകൾ പറഞ്ഞതുപോലെ രാജാവിന് അവരെ എന്തോ സംശയം തോന്നി, അവർ ഭക്ഷണത്തിൽ എന്തെങ്കിലും കലക്കി ചേർത്തേക്കുമോ എന്നോ മറ്റോ സംശയം തോന്നി. അങ്ങനെ ചില മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. അല്ലാഹു അലം. എന്ത് തന്നെയായാലും എന്തോ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അവർ ജയിലിൽ അടക്കപ്പെട്ടു. ഈ രണ്ടുപേരും കൊട്ടാരത്തിലെ ജീവനക്കാരായിരുന്നു ഇവർ രണ്ടുപേരും. അങ്ങനെ അവർ യൂസുഫ് അലൈഹിസ്സലാമിനെ ഈ നന്മയിൽ, ഈ ഖൈറിൽ കാണുകയാണ്. അതിനിടയിൽ അവർ രണ്ടുപേരും ഓരോ സ്വപ്നവും കാണുകയാണ്. ഖാല അഹദുഹുമ, അവരിൽ ഒരാൾ പറഞ്ഞു, ഇന്നി അറാനി അസിറു ഖംറ, ഞാൻ ഖംർ പിഴിയുന്നത് അഥവാ മുന്തിരി വീഞ്ഞ് പിഴിയുന്നത് സ്വപ്നം കണ്ടു. വഖാല അൽ ആഖർ, രണ്ടാമൻ പറഞ്ഞു, ഇന്നി അറാനി അഹ്മിലു ഫൗഖ റഅസി ഖുബ്സൻ തഅകുലു അത്തയ്റു മിൻ, ഞാൻ എൻ്റെ തലയിൽ ഖുബ്സ് ചുമന്ന് നടക്കുന്നത്, ചുമക്കുന്നത് കണ്ടു. എൻ്റെ തലയിൽ ഖുബ്സ് വെച്ചിരിക്കുകയാണ്, അപ്പം വെച്ചിരിക്കുകയാണ്. തഅകുലു അത്തയ്റു മിൻഹു, അതിൽ നിന്ന് പക്ഷികൾ വന്ന് തിന്നുകയാണ്. രണ്ടുപേരും അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ജോലിയുമായി ബന്ധപ്പെട്ട സ്വപ്നമാണ് കണ്ടത്. പക്ഷെ രണ്ട് രൂപത്തിലാണ്. ഒരാൾ വീഞ്ഞ് പിഴിഞ്ഞു കൊടുക്കുന്നത് കണ്ടു, മറ്റേയാൾ തൻ്റെ തലക്ക് മുകളിൽ ഖുബ്സ് വെച്ച് അത് പക്ഷികൾ കൊത്തി തിന്നുന്നത് കണ്ടു. യൂസുഫ് അലൈഹിസ്സലാമിന് സ്വപ്ന വ്യാഖ്യാനം അറിയാമെന്ന് ജയിലുള്ളവർക്കറിയാം. ജയിലുള്ളവർക്ക് യൂസുഫ് അലൈഹിസ്സലാം സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അവർ പറഞ്ഞു, നബ്ബിനാ ബിതഅ്വീലിഹി, ഇതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, താങ്കളെ നന്മയുള്ളവരുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ കാണുന്നത്. ഖാല, യൂസുഫ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ലാ യഅതീകുമാ തആമുൻ തുർസഖാനിഹി ഇല്ലാ നബ്ബഅതുകുമാ ബിതഅ്വീലിഹി ഖബ്ല അൻ യഅതിയകുമാ, നിങ്ങൾക്ക് ഞാനത് പറഞ്ഞുതരാം, നിങ്ങളുടെ ഭക്ഷണം വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു തരാം, അഥവാ അടുത്ത് തന്നെ പറഞ്ഞു തരാം എന്നർത്ഥം. ഭക്ഷണം വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തരാം. സുബ്ഹാനല്ലാഹ്. യൂസുഫ് അലൈഹിസ്സലാം അവരുടെ ഈ ആവശ്യവും താൻ പറയുന്നത് അവർ കേൾക്കാൻ തയ്യാറാണ് എന്ന അവരുടെ സ്ഥിതിയും യൂസുഫ് അലൈഹിസ്സലാം ഒരു വലിയ ഖൈറിനു വേണ്ടി മുതലെടുക്കുകയാണ്. എന്താണത്? അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കാൻ, തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ. തൗഹീദ് യൂസുഫ് അലൈഹിസ്സലാം രണ്ട് ശൈലിയിൽ ഇവിടെ പറഞ്ഞു കൊടുത്തത് കാണാം. ഒന്ന് തൻ്റെ ഹാല് പറഞ്ഞുകൊണ്ട്, മറ്റൊന്ന് നേർക്കുനേരെ തൻ്റെ മക്കാലിലൂടെ. ഒന്ന് ഹാലിലൂടെ, മറ്റൊന്ന് മക്കാലിലൂടെ. അതെന്താണ്? ആദ്യം പറഞ്ഞു നോക്കൂ നിങ്ങൾ. ആദ്യം പറഞ്ഞത് എങ്ങനെയാണ്? ഇന്നി തറക്തു, ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, മില്ലത ഖൗമിൻ, ജനങ്ങളുടെ മില്ലത്ത്, അവരുടെ വഴി. എങ്ങനെയുള്ള ജനങ്ങളുടെ വഴി? ലാ യുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കാത്ത ജനങ്ങളുടെ വഴി ഉപേക്ഷിച്ചവനാണ് ഞാൻ. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവർ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർ. അങ്ങനെയുള്ള ജനങ്ങളുടെ വഴി ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. കാരണം യൂസുഫ് നബിയെ കുറിച്ച് അവർ പറഞ്ഞ എന്താണ്? ഇന്ന നറാക മിനൽ മുഹ്സിനീൻ, താങ്കളെ ഖൈറിലാണ് ഞങ്ങൾ കാണുന്നത്. യൂസുഫ് നബി ഖൈറിലാണെന്ന് അവർക്കറിയാം. താൻ ഈ ഖൈറിൽ എങ്ങനെ എത്തി എന്ന് യൂസുഫ് നബി ആദ്യം പറഞ്ഞു കൊടുക്കാൻ. കാരണം ഇതാണ് ഖൈറുള്ളവരുടെ മാർഗം. ഈ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, പരലോകത്തിൽ വിശ്വസിക്കാത്ത ജനങ്ങളുടെ വഴിയല്ല ഈ നന്മയുടെ വഴി.
അത് ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. മാത്രമല്ല വത്തബഅതു മില്ലത ആബാഇ ഇബ്രാഹിം വ ഇസ്ഹാഖ വ യഅഖൂബ്, ഞാൻ എൻ്റെ പൂർവ്വപിതാക്കളുടെ മാർഗം, ഇബ്രാഹിം നബിയുടെ, ഇസ്ഹാഖ് നബിയുടെ, യഅഖൂബ് നബിയുടെ മാർഗം സ്വീകരിച്ചിരിക്കുന്നു. അതാണ് സഹോദരങ്ങളെ യഥാർത്ഥ പൂർവ്വപിതാക്കൾ. ശിർക്കിന്റെ വക്താക്കളുടെ പൂർവ്വപിതാക്കൾ അവരുടെ 2, 3, 4 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ അതിനു മുകളിലോ ഉള്ള മുശ്രിക്കുകളായ പൂർവ്വപിതാക്കൾക്ക് അപ്പുറത്ത് പോവുകയില്ല. നിങ്ങൾ നമ്മളെ കാരണന്മാർക്ക് പരിചയമില്ലാത്ത ദീനാണ് കൊണ്ടുവരുന്നത്, പുത്തൻ വാദമാണ്. കൂട്ടരെ, നിങ്ങളുടെ ഈ പഴയ വാദം അതിൻ്റെ പഴക്കം എത്രയാണ്? ആരിലേക്കെത്തും? അതാരിലേക്കാണ് ചെന്നെത്തുക? അത് ചിലപ്പോൾ മുശ്രിക്കുകളിലേക്കായിരിക്കും ചെന്നെത്തുക. യഥാർത്ഥ പാരമ്പര്യം അത് ആദം അലൈഹിസ്സലാമിൻ്റെ പാരമ്പര്യമാണ്. മനുഷ്യപിതാവ് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത ആദം നബിയുടെ പാരമ്പര്യം. പിന്നെ മനുഷ്യരുടെ പിതാവ് നൂഹ് അലൈഹിസ്സലാമിൻ്റെ പാരമ്പര്യം. കാരണം നൂഹ് നബിയുടെ സന്താന പരമ്പരയാണ് പിന്നീടുള്ള മക്കളെല്ലാവരും. നബിമാരുടെ മുഴുവൻ പൂർവ്വപിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പാരമ്പര്യം. മുഅ്മിനീങ്ങളുടെ മുഴുവൻ പിതൃസ്ഥാനത്തുള്ള മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരമ്പര്യം അത് തൗഹീദിൻ്റെ പാരമ്പര്യമാണ്. അതല്ലാതെ വ്യാജ പാരമ്പര്യം അല്ല മുവഹിദുകളുടെ പാരമ്പര്യം. അത് ശിർക്കിന്റെ വക്താക്കളുടെ പാരമ്പര്യമാണ്. അത് വ്യാജമാണ്. അതൊരിക്കലും മുകളിലേക്ക് എത്തുകയില്ല. അത് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകും. അത് പിശാചിലേക്കുള്ള പാരമ്പര്യമാണ്. സല്ലല്ലാഹു അലൈഹി. ഇവിടെ യൂസുഫ് അലൈഹിസ്സലാം യഥാർത്ഥ പാരമ്പര്യം പറഞ്ഞു, വത്തബഅതു മില്ലത അബാഇ, എൻ്റെ പിതാക്കളുടെ പാരമ്പര്യം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, അവരുടെ മാർഗം. ഇബ്രാഹിം ഇസ്ഹാഖ് യാക്കൂബ്, ഇബ്രാഹിമിൻ്റെയും ഇസ്ഹാഖിൻ്റെയും യാക്കൂബിൻ്റെയും പാരമ്പര്യം അലൈഹിസ്സലാം, അവരുടെ മകനാണ് ഞാൻ. എന്നിട്ട് പറയുകയാണ്, മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈ, ഞങ്ങൾക്ക് അള്ളാഹുവിനെ അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈ ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈനാ, അത് അള്ളാഹു ഞങ്ങൾക്ക് ചൊരിഞ്ഞു തന്ന അവൻ്റെ ഫദ്ലാണ്, അവൻ്റെ ഔദാര്യമാണ്. വഅലന്നാസ്, ജനങ്ങൾക്കും. വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ, പക്ഷെ ജനങ്ങളിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ വലിയ ഫദ്ലാണ്, വലിയ ഔദാര്യമാണ്. അവനെ മാത്രമേ ആരാധിക്കേണ്ടതുള്ളൂ എന്ന് നിശ്ചയിച്ചു തന്നത്. തൗഹീദ് നിഅമത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് വളരെ എളുപ്പമാണ്. അതിലൊരു കെട്ടുകൊടുക്കുമില്ല, ഒരു പ്രയാസവുമില്ല. നീ കണ്ട ഇലാഹുകളെയും ബിംബങ്ങളെയും ദേവന്മാരെയും ദേവിമാരെയും പേരറിയുന്നവരെയും അറിയാത്തവരെയും പിശാചുക്കളെയും ചാത്തന്മാരെയും ഗുളികന്മാരെയും ഇതിനൊക്കെ തൃപ്തിപ്പെടുത്താൻ ഞാൻ എന്ത് ചെയ്യണം? എന്ത് ഹോമം കഴിക്കണം? എവിടെ കൊണ്ടുപോയി നേർച്ചയാക്കണം? ഏത് ദർഗയിൽ കൊണ്ടുപോയി വിളക്ക് കത്തിക്കണം? ഇന്ന ഷെയ്ഖ്, ഇന്ന തങ്ങൾ നിന്നോട് കോപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തെ പ്രതിഷ്ഠ, ആ ബിംബം, അതിൻ്റെ കുരുത്തക്കേട് നിനക്ക് തട്ടിയിരിക്കുന്നു, അതിൻ്റെ നോട്ടക്കേട് നിനക്ക് തട്ടിയിരിക്കുന്നു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്ത അതിൻ്റെ നോട്ടക്കേട് ഇട്ടാൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, എന്നാലേ നിങ്ങൾ അത് മാറിപ്പോകുള്ളൂ. ഇങ്ങനെ ആരെ തൃപ്തിപ്പെടുത്തണമെന്നറിയാതെ ഉടലുന്നവരാണ് ശിർക്കിൻ്റെ വക്താക്കൾ. എന്നാൽ മുവഹിദുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം നോക്കിയാൽ മതി. അവൻ്റെ തൃപ്തിയാകട്ടെ അവൻ്റെ റസൂലുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്ന കാര്യം ചെയ്താൽ അള്ളാഹു തൃപ്തിപ്പെടും, ഇന്ന കാര്യം ചെയ്താൽ അള്ളാഹു വെറുക്കും. വളരെ എളുപ്പം. മുശ്രിക്കുകളുടെ സ്ഥിതി നോക്കൂ നിങ്ങൾ. ആരെ തൃപ്തിപ്പെടുത്തണമെന്നറിയില്ല, എങ്ങനെ തൃപ്തിപ്പെടുത്തണമെന്നറിയില്ല. അതുകൊണ്ട് പുരോഹിതന്മാരവരെ വട്ടം കറക്കും. അള്ളാഹു ചോദിച്ചില്ലേ എന്ത്? ഒരാൾക്ക്, ഒരു അടിമക്ക്, ജനങ്ങളിലെ അടിമയുടെയും യജമാനന്റെയും ഉദാഹരണം പറഞ്ഞ അള്ളാഹു പറയുകയാണ്, ഒരാൾക്ക് ഒരു യജമാനൻ മാത്രം. അടിമ സമ്പ്രദായം നിലവിലുള്ള മുശ്രിക്കുകൾക്ക്, മക്കയിലെ ആളുകൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാകും. ഒരാൾക്ക് പല യജമാനന്മാർ, ശുറക്കാഉ മുതശാകിസൂൻ. ഒരാൾ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ മറ്റേ മുതലാളി അങ്ങോട്ട് വാന്ന് പറയും. വറജുലൻ സലമൻ ലിറജുൽ, വേറൊരാളുടെ ഉടമസ്ഥൻ ഒരൊറ്റയാണ്. ഹൽ യസ്തവിയാനി മസല, അള്ളാഹു ചോദിക്കാൻ രണ്ടുപേരും ഒരുപോലെ ആവുന്നു. മറ്റാളാകെ നട്ടം ചെയ്യും. മുവഹിദ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവൻ, അവൻ തൃപ്തിയിലാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയാൽ മതി. മറ്റാരുടെയും ഒരു തൃപ്തിയും അവന് വിഷയമല്ല. ഒരു ഇലാഹിനെയും തൃപ്തിപ്പെടുത്തേണ്ട അവസ്ഥ അവനില്ല. എന്നാൽ നോക്കൂ മുശ്രിക്കിന്റെ സ്ഥിതി. എത്ര കയറാണ് ബന്ധിക്കേണ്ടത്? ഏതൊക്കെ കല്ലാണ് അരയിലും കഴുത്തിലും കയ്യിലുമൊക്കെ കെട്ടേണ്ടത്? എവിടെയൊക്കെയാണ് തീർത്ഥയാത്ര പോകേണ്ടത്? ഏതൊക്കെ ദർഗയിൽ, ഏതൊക്കെ പ്രതിഷ്ഠകൾക്ക് എന്തൊക്കെ സമർപ്പിക്കണം? ഒരു നിശ്ചയവുമില്ല. അവൻ്റെ ദീനിന് യാതൊരു അടിത്തറയുമില്ല. അതിന് ഒരു അതിർവരമ്പുകളുമില്ല. അള്ളാഹുവിൻ്റെ ദീനാകട്ടെ അത് അള്ളാഹുവിൻ്റെ ഫദ്ലാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. പക്ഷെ ജനങ്ങൾ ഇത് ഉപേക്ഷിച്ച്
അല്ലെങ്കിൽ ഇതേക്കുറിച്ച് മനസ്സിലാക്കാതെ ഈ ഷിർക്കിലേക്ക് പോവുകയാണ്. ഇത് നോക്കൂ, ഇത് പറഞ്ഞതിന് ശേഷം എൻ്റെ സ്ഥിതി ഇതാണ് മക്കാൽ കൊണ്ടുള്ള ദഅവ, ഹാല് കൊണ്ടുള്ള ദഅവ, ക്ഷമിക്കണം, മക്കാലല്ല, ഹാല് കൊണ്ടുള്ള ദഅവ. ഹാല് പറഞ്ഞു ഇനി മക്കാൽ പറയുക, അടുത്തത് അതിലേക്ക് കിടക്കാൻ നേർക്ക് നേരെ വിളിക്കുകയാണ്. യൂസുഫിനെ ഇവിടെ വിളി നോക്കൂ നിങ്ങൾ, യാ സാഹിബൈ സിജ്നി, ഓ എൻ്റെ ജയിലിലെ രണ്ട് കൂട്ടുകാരെ, അഅർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, ഓ എൻ്റെ ജയിലിലെ രണ്ട് കൂട്ടുകാരെ, അഅർബാബും മുതഫർരിഖൂൻ, പല 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 ഇലാഹുകൾ, നിങ്ങളുടെ പല പല ദൈവങ്ങൾ, ഖൈറുൻ, അതാണോ നല്ലത്, അമില്ലാഹ്, അതല്ല അല്ലാഹു ആണോ, അൽ വാഹിദുൽ ഖഹാർ, ഏകനായ സകലതിനെയും അടക്കി ഭരിക്കുന്ന അല്ലാഹു ആണോ നല്ലത്? എന്നിട്ട് പറയാൻ മാ തഅബുദൂന മിൻ ദൂനിഹി, അവന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നില്ല, ഇല്ല അസ്മാഅ, ചില പേരുകളെ അല്ലാതെ, സമ്മൈതുമുഹ, അതിന് പേരിട്ടിരിക്കുന്നു, അൻതും വഅബാഉക്കും, നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും, മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അല്ലാഹു അതിന് ഒരു തെളിവും അവതരിപ്പിച്ചിട്ടില്ല. മുശ്രിക്ക് ആരാധിക്കുന്ന ഒരു കല്ലും മറ്റൊരു കല്ലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ കല്ലിന് അവർ ആ കല്ലിന് ഇടാത്ത പേരിട്ട് കൊടുത്തിരിക്കുന്നു, അത് മാത്രം, മറ്റൊന്നുമല്ല. അല്ലെങ്കിൽ രണ്ടും കല്ല. അതുകൊണ്ടാണ് നോക്കൂ, മുശ്രിക്കുകളുടെ കഥകളിൽ അത്ഭുതകരമായ ആശ്ചര്യകരമായ കഥകൾ നമുക്ക് കാണാം. പഴയ കാലത്തെ ജാഹിലിയ കാലത്തെ മുശ്രിക്കുകൾ അവരുടെ ഇലാഹുകളെ, ഒരു ബിംബത്തൊരു കല്ലിനെ യാത്രയിലൊക്കെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ യാത്രയിൽ തൻ്റെ ഇലാഹിനെ, തങ്ങളുടെ ഇലാഹുകളെയും കൂട്ടി വാഹനം ഇങ്ങനെ യാത്ര പുറപ്പെട്ടു. കുറെ കഴിഞ്ഞൊരു സ്ഥലത്തെത്തിയപ്പോൾ ഒരാൾ പറഞ്ഞിരിക്കുന്നു, ഇതാ കൂട്ടരെ, നമ്മൾ ഇലാഹിനെ കാണാതായിരിക്കും, നമ്മൾ ഇലാഹിനെ കാണാനില്ല. അപ്പോൾ ആളുകൾ പറഞ്ഞു, എന്ത് ചെയ്യും, നിങ്ങൾ പരതി നോക്കൂ, ഇലാഹിനെ കണ്ടുപിടിക്കൂ. അങ്ങനെ ആളുകളൊക്കെ പരതാൻ ആരംഭിച്ചു. ഒടുവിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, നമ്മൾ ഇലാഹിനെ കിട്ടിയിട്ടില്ല, പക്ഷെ നമ്മൾ ഇലാഹിനെ പോലെ വേറൊന്നിനെ കിട്ടിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇതാണ് മുശ്രിക്കിന്റെ സ്ഥിതി. അവരുടെ ഇലാഹുകൾക്ക് അവരിട്ട പേരാണ്, ആ പേര് കൊണ്ടാണ് അവരുടെ ഒരു ഇലാഹിനെ മറ്റൊരു ഇലാഹിൽ നിന്ന് വേർതിരിക്കുക. അൽഹംദുലില്ലാഹ്, ഇസ്ലാം എന്ന നിഅമത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ചെറു വലിയ നിഅമത്താണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എലിയെ ആരാധിക്കുന്നവരെ, എലിയെ പൂജിക്കുന്നവരെ? എന്തു ചെയ്യും ഒരാൾ എലിയെ കണ്ടാൽ? പക്ഷെ എലിയെ പൂജിക്കുന്ന, എലിയുടെ ക്ഷേത്രത്തിൽ എലി ഒരു പാലിൽ നിന്ന് കുടിക്കാൻ, ഒരു പാത്രം പാലിൽ നിന്ന് കുടിക്കാൻ, ഒരാൾ വന്ന് അതിൽ കൈവിരലിട്ട് ആ കൈവിരലുള്ള പാല് കുടിക്കാൻ. നിങ്ങൾക്ക് നേർക്ക് നേരെ കാണാം ഇത് കാഴ്ച, പരിശോധിച്ച് നോക്കും. അല്ലാഹു അക്ബർ. നമ്മെപ്പോലെ കണ്ണുകളും കൽബുമുള്ള കാതുള്ള മനുഷ്യനാണ് ചെയ്യുന്നത്. ഹിദായത്ത്, പ്രിയ സഹോദരങ്ങൾ, അതിനോളം വലിയ നിഅമത്ത് മറ്റൊന്നില്ല. ഇത് കണ്ടാൽ നീ ഓർക്ക് അല്ലാഹുവിൻ്റെ നിഅമത്ത് ഓർക്ക്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, വജഅൽ ലിവജ്ഹിക മുഖ്ലതൈനി കിലാഹുമാ മിൻ ഖശ്യത്തി റഹ്മാനി ബാകിയതാൻ ലൗ ശാഅ റബ്ബുക കുൻത അയ്ളൻ മിസ്ലഹും ഇന്നൽ ഖുലൂബ ബൈന അസാബിഇർ റഹ്മാൻ. നീ നിന്റെ മുഖത്ത് കരയുന്ന രണ്ട് കണ്ണുകൾ വെച്ചുകൊള്ളുക. കാരണം അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നീ റബ്ബിനെ പേടിക്കുന്ന അങ്ങനെ കരയുന്ന രണ്ട് കണ്ണുകൾ. കാരണം നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നീയും അവരെ പോലെ ആയത്. മനുഷ്യരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ വിരലുകൾക്കിടയിലാണ്. റബ്ബ് ഉദ്ദേശിച്ചാൽ ഒരു ബിംബത്തിനു മുന്നിലോ കുരിശിനു മുന്നിലോ സുജൂദ് ചെയ്യുന്നവനാക്കി നിന്നെ തീർക്കാൻ ഒരു പ്രയാസമില്ല. അവന് സുജൂദ് ചെയ്യുന്നവനാക്കിയത് റബ്ബാണ്. ഇബ്രാഹിം നബി ദുആ ചെയ്തില്ലേ, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി, എൻ്റെ റബ്ബ് എന്നെയും എൻ്റെ മക്കളെയും നിസ്കരിക്കുന്നവരാക്കാണ്. അള്ളാഹുവാണ് റബ്ബിന് സുജൂദ് ചെയ്യുന്നവരാക്കി നിന്നെ മാറ്റിയത്. വജുനുബ്നി വബനി അൻ നഅബുദൽ അസ്നാം, അള്ളാഹു എന്നെയും എൻ്റെ മക്കളെയും ബിംബങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് കാത്തിരക്ഷിക്കണേ. അള്ളാഹുവിൻ്റെ നിഅമത്താണ്. ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈനാ വഅലൻ നാസ് വലാകിന്ന അക്സറൻ നാസി ലാ യശ്കുറൂൻ. ജനങ്ങൾ അധിക പേരും നന്ദി കാണിക്കുന്നില്ല. ഓൻ്റെ കൂട്ടുകാരെ നിങ്ങൾ പറയൂ, അള്ളാഹുവാണോ നല്ലത്, അതല്ല ഈ വ്യത്യസ്തങ്ങളായ ഇലാഹുകളോ? നിങ്ങൾ പേരിട്ട് വിളിച്ചവയാണിത്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, യഥാർത്ഥത്തിൽ വിധി പറയാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമാണ്. അമറ, അവൻ വിധിച്ചിരിക്കുന്നു, അവൻ കൽപ്പിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അവനെ അല്ലാതെ നിങ്ങൾ ആരാധിച്ചുകൂടാ. ദാലിക അദ്ദീനുൽ ഖയ്യിം വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. അതാണ് ശരിയായ നേരായ ദീൻ, പക്ഷേ ജനങ്ങളിൽ അധികവും കാര്യം ഗ്രഹിക്കുന്നില്ല. യൂസുഫ് അലൈഹിസ്സലാം എത്ര മനോഹരമായിട്ടാണ് ആ കാര്യം, ആ സന്ദർഭം മുതലെടുത്തതിന് നോക്കും. അവർക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കാൻ മാത്രമല്ല, ഇതിൽ പാഠമുണ്ട്. ഒരാൾ നമ്മളോട്, ഒരു പണ്ഡിതനോട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറിവുള്ള ഒരാളോട് ഒരു കാര്യം ചോദിച്ചു വന്നു, നമുക്കറിയാം അവൻ ഇതിനു മുന്നേ അറിയേണ്ട വേറെ കാര്യമുണ്ട്.
ഇതല്ല അവർ ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പം അതാണ് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ രണ്ടുപേർ വന്നത് സ്വപ്നത്തെക്കുറിച്ച്, അതിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ച് അറിയാനാണ്. പക്ഷെ അതിനേക്കാൾ വലുത് അവർ അറിയാനുണ്ട്. എന്താണ് സ്വപ്നം കണ്ടത്? എന്തായാലും അവർ ജീവിച്ചാലും മരിച്ചാലും, അവർ സുഖിച്ചാലും നരകിച്ചാലും, അതിനേക്കാൾ വലുത് തൗഹീദാണ്. അതാണ് അവർ ആദ്യം അറിയേണ്ടത്. സ്വാലിഹ് അത് പറഞ്ഞു കൊടുത്തു. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ദഅവ, നമ്മുടെ പ്രബോധനം ഒരിക്കലും കിതാബും സുന്നത്തും അല്ലാതെ അതിൻ്റെ മുൻഗണനാക്രമമോ അതിൻ്റെ മാതൃകയോ മറ്റൊന്നും തീരുമാനിക്കാൻ നമ്മൾ ഇടം കൊടുക്കരുത്. നാട്ടിൽ എന്തും നടക്കും, പലതും നടക്കും. രാവിലെ ആകാശം താഴെയും വൈകുന്നേരം മുകളിലും എന്നതുപോലെ ആയിരിക്കും ചിലപ്പോൾ ജനങ്ങളുടെ സ്വഭാവം, അവരുടെ കളിയും. അതൊന്നും നമ്മുടെ ദഅവത്തിൽ, നമ്മുടെ പ്രബോധനത്തിലോ നമ്മുടെ ദഅവത്തിലോ മാറ്റം വരുത്താൻ പാടില്ല. നിങ്ങൾ മഹാന്മാരായ കിബാറുകളായ പണ്ഡിതന്മാരെ നോക്കൂ. ജനങ്ങൾ എന്ത് അടിമയിൽ മറിഞ്ഞാലും അവർ ജനങ്ങളോട് പറയുക കിതാബും സുന്നത്തും എന്ത് പറയണമെന്ന് പറഞ്ഞു അതാണ്. അല്ലാതെ ആളുകൾ അതിലാണിപ്പോൾ, അതുകൊണ്ട് അത് പറയാം, അങ്ങനെയല്ല. മറിച്ച് എന്താണോ കിതാബും സുന്നത്തും താല്പര്യപ്പെടുന്നത് അതാണ് പറയേണ്ടത്. അതാണ് നമ്മുടെ മുൻഗണനാക്രമം, ദഅവത്തിൻ്റെ മുൻഗണനാക്രമം തീരുമാനിക്കേണ്ടത്. ആദ്യം എന്തു പറയണം, ഏതിന് കൂടുതൽ പ്രാധാന്യം നൽകണം, എന്ത് എപ്പോൾ പറയണം, അതെല്ലാം അതിനും ഒരു മൻഹജുണ്ട്. അതിനും ഇൽമ് ആവശ്യമാണ്, അതിനറിവ് ആവശ്യമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നോക്കൂ, തൗഹീദ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ ഈ ചോദിച്ചതിനേക്കാൾ പ്രധാനപ്പെട്ടത് അതാണ്. അവർ അറിയണമെന്ന് വിചാരിച്ചു വന്നതിനേക്കാൾ അവർ അറിയേണ്ടത് ഇതാണ്. ജനങ്ങൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല, അവർക്കെന്താണ് അറിയേണ്ടത് എന്ന്. അതറിവുള്ളവർ പറയും, നിങ്ങൾ ഇതാണ് ആദ്യം പഠിക്കേണ്ടത്, ഇതാണ് ആദ്യം അറിയേണ്ടത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തൗഹീദ് ഇല്ലാത്ത ഒരാളോട് നീ മറ്റെന്തെങ്കിലും വിഷയം തർക്കിച്ചിട്ട് യാതൊരു കാര്യമില്ല. തൗഹീദ് ശരിയാകാൻ, ശരിയാണ്, തൗഹീദ് ശരിയായിട്ട് ശേഷം മാത്രം നീ അടുത്തതിലേക്ക് കടക്കുക. തൗഹീദ് ഇല്ലാത്ത ഒരാൾ വന്നിട്ട് നിന്നോട് കയ്യോടെയാണ് കെട്ടേണ്ടത് എന്ന് തർക്കിക്കാൻ വന്നാൽ ഞാൻ അവനോട് ഇത് പറയണം, തൗഹീദ് ഇല്ലാതെ നിസ്കരിച്ചിട്ടുള്ള കാര്യമില്ല, പിന്നല്ലേ കൈ കെട്ടേണ്ടത്. അതുകൊണ്ട് നിസ്കാരം പോലും അല്ലാഹു സ്വീകരിക്കില്ല. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ഈ സംഭവത്തിൽ നമുക്ക് ആ പാഠമുണ്ട്. അതിനുശേഷം യൂസുഫ് അലൈഹിസ്സലാം അവർക്ക് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാം. ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ച്, അതിലെ ഗുണപാഠങ്ങളെക്കുറിച്ച് നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു തആല ആലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.